ഓക്കെ. ഹായ് ജോൻ സാർ, ഇന്ന് ഫസ്റ്റ് തന്നെ എത്തിയിട്ടുണ്ടല്ലോ. എനിവേ, അപ്പൊ നമുക്ക് നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളുള്ളവർക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചു തുടങ്ങാം കേട്ടോ. ഉം. ഇത് പബ്ലിക് ചാനൽ ഒരു ഗ്രൂപ്പ്? ഇല്ല, ഞാനിതിന്റെ റെക്കോർഡിങ് യൂട്യൂബിന്റെ അകത്ത് തന്നെ ഞാൻ ഇടാൻ വേണ്ടി ശ്രമിക്കാം. അപ്ലോഡ് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കത്തില്ല. ഓക്കെ. ബിർലാനു വ്യൂ എന്ന് പറയാം. ബിർലാനു ആക്ച്വലി അതൊരു സപ്പോർട്ടിനായിട്ട് അടുത്ത് നിൽക്കുകയാണ്. ആ ഒരു ഏരിയയിൽ തന്നെ സപ്പോർട്ട് എടുക്കണോ എന്നുള്ള ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. വേറെ പ്രത്യേകിച്ച് സ്റ്റോക്കിന്റെ അകത്ത് നെഗറ്റീവ് ആയിട്ടൊന്നും തന്നെയല്ല, ന്യൂസ് ഒന്നും തന്നെ നെഗറ്റീവ് ഇല്ല. ഉള്ളതൊക്കെ ഏകദേശം പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസുകളൊക്കെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നിയർ ടൈമിൽ തന്നെ സപ്പോർട്ട് എടുക്കുമെന്ന് തോന്നുന്നു. ഇപ്പൊ എന്തായാലും എന്ന് വന്ന് ഇങ്ങനെ ഇങ്ങനെ താഴോട്ട് പോകാൻ നേരത്ത് എല്ലാവർക്കും അതിന്റെ അകത്ത് ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ഉണ്ട്. നോർമലി നമ്മൾ എപ്പോഴും പറയുന്നതാണ്, എന്ന് വന്ന് ഇതുപോലെ താഴോട്ട് പോകുമ്പോഴത്തേക്കും എന്റെ ആക്ച്വൽ ബോട്ടത്തിലോട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴോട്ട് പോകുന്നതുകൊണ്ട് പേടിക്കാന്നും വേണ്ട. എല്ലാ ആൾക്കാരും ഇതിന്റെ അകത്ത് പേടിക്കുന്നുണ്ട്. അപ്പൊ നമ്മളും കൂടെ പേടിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എൻഡ്രോയുടെ കോൺ കോൾ കേട്ടിരുന്നു. കോൺ കോൾ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നിയുള്ളൂ. ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കോൺ കോൾ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. കുഴപ്പമില്ല. പക്ഷേ ഒന്ന് രണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, ഒരു ബിസിനസിന്റെ ട്രജറ്ററി എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെ ജസ്റ്റ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ വരുന്ന റവന്യൂ ഗ്രോത്ത്, സെയിൽസ്, അല്ലെങ്കിൽ എന്താ പറയുക, അതിന്റെ നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് ഉപരിയായിട്ട് ഒരു ബിസിനസ് മൊത്തത്തിൽ ട്രാൻസ്ഫോം ചെയ്ത് വരുന്നതിന്റെ ഒരു സ്റ്റോറി നമുക്ക് ബിൽഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കുമല്ലോ. എൻ്റെ ഇപ്പൊ ആ സ്റ്റോറി കുറെ കൂടെ വിസിബിൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പുതിയ അക്വിസിഷൻസ് നോക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ഈ മെഡ്ടെക് എന്ന് പറയുന്ന ആ ഒരു മേഖലയിലോട്ട് അവർ കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവർ കൂടുതൽ മാർജിന് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും മുന്നോട്ട് പോകുമ്പോഴത്തേക്കും. ഈവൻ ഈ GLP-1 ഡ്രഗ്സിനെ പറ്റിയിട്ട് അവരിപ്പോ കുറെ കൂടെ അഗ്രസീവായിട്ട് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മുന്നേ ഉള്ള ഒരു കോൺകോളിലും അവർ GLP-1 ഡ്രഗ്സിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ ഉത്തരം അവർ പറഞ്ഞിട്ടില്ല. ഇപ്പൊ അവർ കുറെ കൂടെ GLP-1 ഡ്രഗ്സിനെ ഫോളോ ചെയ്തിട്ട് കുറെ ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൊത്തത്തില് ആ ബിസിനസിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. നേരത്തെ ഒരു വൺ ടൈം പ്രൈസ് ടു സെയിൽസിൽ നിന്നിട്ടുണ്ടായിരുന്ന കമ്പനി നമ്മളൊരു മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഒരു 3 ടൈം 5 ടൈംസ് പ്രൈസ് ടു സെയിൽസിലോട്ട് റീറേറ്റിംഗ് നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് അതിന്റെ സെയിൽസ് ഗ്രോത്ത് 30% ഉണ്ട് എന്നുള്ളതിന്റെ ബേസിസിൽ മാത്രമാണ്. പക്ഷെ ഇപ്പൊ അതിന്റെ അകത്ത് ഈ വൺ ടൈം പ്രൈസ് ടു സെയിൽസ് ഇരിക്കുന്ന കമ്പനി നാളെ 2 ടൈംസ് പ്രൈസ് ടു സെയിൽസിലോട്ടെങ്കിലും മിനിമം മൂവ് ചെയ്യണം. അത് അതിന്റെ സെയിൽസിന്റെ ഗ്രോത്തിന്റെ ടേംസിലല്ല, മറിച്ച് ബിസിനസിന്റെ ക്വാളിറ്റിയുടെ ടേംസിൽ എന്നുള്ള രീതിയിലോട്ട് ഒരു ഇമ്പ്രൂവ്മെന്റ് നടക്കുന്നുണ്ട്. അത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഒരു ബുൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പോസിറ്റിവിറ്റി കൊടുക്കുന്നത് എപ്പോഴും എന്ത് തന്നെയാണ്, സെയിൽസ് ഗ്രോത്തും അതേ കണക്കിന് നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്തും ആണ്. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ കഥകളല്ല. ഈ പറഞ്ഞ കഥകൾ കൂടുതലും വാലിഡ് ആയിട്ട് വരുന്നത് ഒരു 5 വർഷം 10 വർഷം ആ ഒരു സിനാരിയിലോട്ട് നോക്കാൻ നടത്തുന്നത്. നമുക്കൊരു ബുൾ മാർക്കറ്റ് എന്ന് പറയുന്നത് 2-3 വർഷമല്ലേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ 2-2.5 വർഷമല്ലേ കാണത്തുള്ളൂ. അപ്പൊ അതിന്റെ അകത്ത് എപ്പോഴും സെയിൽസ് ഗ്രോത്തിനും നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്തിനും തന്നെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. പക്ഷെ കൂടുതൽ ലോങ്ങർ ടേം പിക്ചറിലോട്ട് നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു വലിയൊരു ബിസിനസ് ട്രാൻസ്ഫോം ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും. നമുക്കത് എങ്ങനെ നിയർ ടൈമിൽ സ്റ്റോക്കിനെ അഫക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ന് തന്നേക്കുന്ന പ്രൈസ് മൊമെന്റം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെയധികം പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത്. ബിഗ്ഗീസും ആ ഒരു ആസ്പെക്റ്റിൽ അതിന്റെ അകത്ത് ബുള്ളിഷായി വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു എന്താ പറയാ, 5 വർഷം 10 വർഷത്തേക്ക് അവർക്ക് വിസിബിലിറ്റി കിട്ടി തുടങ്ങിയിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഷോർട്ട് ടൈം വിസിബിലിറ്റിക്ക് വരാം ഒരു ലോങ്ങർ ടേം വിസിബിലിറ്റി അവർക്ക് കിട്ടുന്നത് കൊണ്ട് അവർ കൂടുതൽ ഫണ്ട് ഇൻഫ്യൂസ് ചെയ്ത് തുടങ്ങുന്നുണ്ട് തോന്നുന്നുണ്ട്. ഇന്നത്തെ പ്രൈസ് മൊമെന്റും ഒക്കെ അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ നല്ലത്. നമുക്ക് നോക്കാം. എന്തായാലും അവർ ആ 30%ന്റെ ഗൈഡൻസോട് കൂടിയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിൽ സന്തോഷം. അത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന പക്ഷം നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് മാറിയിട്ട് 20%-ലോട്ട് ഒരു കട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് എടുക്കേണ്ട പറ്റി ആലോചിക്കാം. പക്ഷെ ഇപ്പൊ എന്തായാലും അങ്ങനെ ഒരു സിനാരിയോ അതിന്റെ അകത്ത് എമർജ് ചെയ്യപ്പെടുന്നില്ല. പിന്നെ ജസ്റ്റ് സെയിൽസിന്റെ ഫിഗേഴ്സിൽ മാത്രമേ പ്രശ്നമുള്ളൂ. Yeah. ബാക്കിയുള്ള എല്ലാ ഫിഗേഴ്സും വളരെ നല്ലതായിട്ടാണ് നിൽക്കുന്നത്. വളരെ നല്ലതെന്ന് പറയുമ്പോഴത്തേക്കും വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ROE ROCയിൽ വന്നേക്കുന്ന ഡെവലപ്മെന്റുകളാണെങ്കിലും മാർജിന്റെ അകത്ത് വന്നേക്കുന്ന ഒരു എന്താ പറയുക ഗ്രോത്ത് ആണെങ്കിലും, ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും മാർജിൻ ഇത്രയും നാൾ ഗൈഡ് ചെയ്യാത്ത രീതിയിൽ ഇമ്പ്രൂവ് ആവുക എന്നുള്ള രീതിയിലുള്ള അവരുടെ ഔട്ട്ലുക്ക് ആണെങ്കിലും, അങ്ങനെ ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണ്. പിന്നെ അവർ അവസാനം കോൺകോളിന്റെ എൻഡിലോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് അവരിപ്പോ 20% മാത്രമാണ്, അതായത് അവരുടെ ഗ്രോത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കഴിഞ്ഞ വർഷത്തിൽ നടത്തിയിരിക്കുന്ന അക്വിസിഷൻസിന്റെ ബേസിസിലും, രണ്ട് ഈ വർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന അക്വിസിഷൻസിന്റെ ബേസിസിലും, മൂന്ന് അവരുടെ ഓൾറെഡി ഉള്ള അവരുടെ കോർ ബിസിനസിന്റെ ഗ്രോത്തിന്റെ ടേംസിൽ. അപ്പൊ ഈ കഴിഞ്ഞ വർഷം നടത്തിക്കുന്ന അക്വിസിഷൻസ് ഓക്കെയാണ്, ഈ അവരുടെ കോർ ബിസിനസ് ഓക്കെയാണ്. ഈ വർഷം നടത്തിക്കുന്ന അക്വിസിഷൻസിന്റെ അകത്ത് മാത്രമാണ് പ്രശ്നമുള്ളത്. H1 അതിന്റെ 20% മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി 80% H2 വരാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ
അവർക്ക് ഈ പറയുന്ന ഗൈഡൻസ് കാര്യങ്ങളൊക്കെ സർപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ള രീതിയിലാണ് മാനേജ്മെന്റ് പറഞ്ഞേക്കുന്നത്. പിന്നെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ബിസിനസ്സിൽ അവർ പോലും വിചാരിക്കാത്ത കുറെ ഇമ്പ്രൂവ്മെന്റുകൾ വരുന്നുണ്ട്. ആ ഇമ്പ്രൂവ്മെന്റുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബിസിനസിന്റെ ട്രജക്ടറി മാറ്റുന്നുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചത്. അതായത് ഇപ്പോ പുതിയൊരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തു, നേരത്തെ ഇല്ലാതിരുന്ന പുതിയൊരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തു. അവര് പേടിഎമ്മും മറ്റ് ഇതുപോലുള്ള പ്ലേയേഴ്സുമായിട്ടൊക്കെ ടൈഅപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോ ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് വഴിയിട്ട് അവര് എന്ത് ചെയ്യുന്നു, ക്യാഷ് ബാക്ക് ഓഫേഴ്സ്, അങ്ങനെയുള്ള കുറെ ഓഫേഴ്സ് ഒക്കെ അവരുടെ ക്ലയൻസുകൾക്ക് കൊടുക്കുന്നു. അല്ലെങ്കിൽ ബോണസ് പോയിന്റുകൾ കൊടുക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ വെറൈറ്റി സാധനങ്ങൾ അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താ പറയാ, ഒരു മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവരുടെ ബിസിനസിനെ കുറെ കൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. പിന്നെ ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആവുമെന്ന് പറയുന്നു. പക്ഷെ H1 150 കൂടി എന്തോ നെഗറ്റീവ് ആണല്ലോ. പിന്നെ അതെങ്ങനെ അതുകൂടി ആ കോമ്പൻസേറ്റ് ആ ചെയ്തിട്ട് വേണ്ടേ പോസിറ്റീവ്? അവർ ആ ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആവും എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അത് ആ ഗൈഡൻസ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട്. അത് അവർ ആക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലെന്തോ ഒരു GSTന്റെ ഒരു കേസ് കൂടെ പറഞ്ഞു. അതെന്തെന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ജി എസ് ടി റിഡക്ഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ നെറ്റ് റവന്യൂവിൽ അവരുടെ ഗൈഡൻസിൽ ഒരു 1% മിസ് വന്ന് നിൽക്കുന്നത് GST കട്ട് വന്നതോട് കൊണ്ടാണെന്ന് ഇവിടെ പറഞ്ഞു. അപ്പോ ഇതില് ഈ കമ്പനികളുടെ സെയിൽസ് റെക്കഗ്നിഷൻ പാർട്ട് എന്ന് പറയുന്നത് ഓരോ കമ്പനിയും ഓരോ രീതിയിലാണ്. ഇപ്പോ നിങ്ങൾ തന്നെ ഈ സാഗിൾ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ടല്ലോ, സാഗിളിന്റെയും സിംഗ ലോജിസ്റ്റിക് എന്ന് പറയുന്ന മറ്റേ ബ്ലാക്ക് ബക്ക്, ഈ രണ്ട് കമ്പനികളുടെ ഇത് നോക്കുമ്പോഴത്തേക്കും ഇതിന്റെ അകത്ത് രണ്ടിലും അവരവരുടെ റവന്യൂ റെക്കഗ്നിഷൻ മോഡൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. എൻട്രോയുടെ മോഡൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഈ രണ്ട് കമ്പനികളും ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ആണ് എൻട്രോ ചെയ്തേക്കുന്നത്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എൻട്രോ ഒരു മരുന്ന് ഒരിടത്തുനിന്ന് അവരുടെ എന്താ പറയാ, ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ നിന്ന് എൻട്രോ ഒരു മരുന്ന് മേടിക്കുന്നു. ആ മരുന്ന് മേടിച്ചതിന് ശേഷം ആ മരുന്നിനെ ഒരു മെഡിക്കൽ സ്റ്റോറുകാരന് വിൽക്കുന്നു. ഓക്കെ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു 100 രൂപയ്ക്ക് ഒരു മരുന്ന് മേടിച്ചിട്ട് അതൊരു മെഡിക്കൽ സ്റ്റോറിനായിട്ട് വിൽക്കുമ്പോഴത്തേക്കും സപ്പോസ് 110 രൂപയ്ക്കാണ് വിൽക്കുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ 10 രൂപയാണ് എൻട്രോയുടെ ഇതിന്റെ അകത്തുള്ള റവന്യൂ എന്ന് പറയുന്നത്. എൻട്രോ മുന്നേ വരെ അവർ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപയുടെ സാധനം കൊണ്ടുവന്ന് വിറ്റതിന് ശേഷം അവർക്ക് അവരുടെ റവന്യൂ എന്ന് പറയുന്നത് ആ ഒരു 110 ആയിട്ട് അവരുടെ റവന്യൂ കാണിച്ചതിന് ശേഷം ഇതിന്റെ അകത്ത് ബാക്കി 100 രൂപയും കോസ്റ്റ്, 10 രൂപ അവരുടെ പ്രോഫിറ്റ്. ആ രീതിയിലാണ് ഇതിന് മുന്നേ അവർ അവരുടെ ബുക്സ് കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അവർ പറഞ്ഞു അവർക്ക് അങ്ങനെയല്ല, ആക്ച്വലി അവരുടെ 10 രൂപയല്ലേ റവന്യൂ ഉള്ളൂ. അപ്പൊ 10 രൂപയാണ് അവരുടെ റവന്യൂ എന്നുള്ള രീതിയിൽ അതിനെ മാറ്റുന്ന രീതിയിലോട്ട് അവരുടെ ബുക്സിന്റെ ബുക്ക് കീപ്പിംഗ് മെത്തേഡ് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ സിംഗ ലോജിസ്റ്റിക്സും അതേ കണക്ക് തന്നെ സാഗിളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്തത്. അവരുടെ ആക്ച്വൽ റവന്യൂവിനെ കാട്ടി കൂടുതൽ റവന്യൂ കാണിക്കുന്ന രീതിയിലോട്ട് അവരുടെ ബുക്സ് കീപ്പിംഗ് മെത്തേഡിനെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ അത് ഓരോ കമ്പനികളുടെയും ബുക്ക് കീപ്പിംഗ് മെത്തേഡുകൾ മാറുന്നതാണ്. അതിന്റെ അകത്ത് വലിയ ചേഞ്ച് ഒന്നും വരുന്നതായിരിക്കത്തില്ല കേട്ടോ. ഓക്കെ. വേറെ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടോ? അജു ബ്രോ, നമ്മുടെ ഈ ആ ജീനാസിക്കോ ആയിട്ടൊരു കൊളാബ് എന്തോ പറഞ്ഞില്ലായിരുന്ന ഒരു പാർട്ട്ണർഷിപ്പ് എന്തോ, അതിനെ കുറിച്ച് എന്തെങ്കിലും ഗൈഡൻസ്? ഇല്ല, ഇത് കോൺകോളിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കോൺകോൾ കേൾക്കാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയി. ഞാൻ മീൻസ് ലൈവായിട്ട് ഞാൻ കയറിയപ്പോഴത്തേക്കും 3:45 കഴിഞ്ഞ്. അവസാനത്തെ ഒരു 1-2 ക്വയറി മാത്രമേ ഞാൻ കേട്ടുള്ളൂ. ഞാൻ അതിന്റെ അകത്ത് റിക്വസ്റ്റ് ഇട്ടിരുന്നു, പക്ഷെ എനിക്ക് സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. പക്ഷെ സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ചോദിച്ചേനെ കേട്ടോ. കാരണം ജീന സീക്കോ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രോ വിൽക്കുന്ന എല്ലാ ആയുർവേദ പ്രോഡക്റ്റും ജീന സീക്കോടെ മാത്രമായിരിക്കും എന്നുള്ള രീതിയിലാണ്. ഒരു എക്സ്ക്ലൂസീവ് അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ജീന സീക്കോടെ കോൺകോളിന്റെ അകത്ത് ഉണ്ടായിരുന്നത്. എക്സ്ക്ലൂസിവിറ്റി ജീന സീക്കോടെ പ്രോഡക്റ്റുകളെല്ലാം എൻട്രോ വഴി മാത്രം വിൽക്കും എന്നുള്ള രീതിയിലാണെങ്കിൽ നല്ലത്. പക്ഷെ എൻട്രോ വിൽക്കുന്ന എല്ലാ ആയുർവേദ പ്രോഡക്റ്റും ജീന സീക്കോടെ മാത്രമായിരിക്കും എന്നുള്ള രീതിയിലാണെങ്കിൽ അത് എൻട്രോയ്ക്ക് മോശവും ജീന സീക്കോയ്ക്ക് നല്ലതുമായിട്ട് എടുക്കും. അപ്പോ ആരുമായിട്ട് എക്സ്ക്ലൂസിവിറ്റി എന്നുള്ളത് എൻട്രോയുടെ സൈഡിൽ നിന്നുള്ള ഒരു കൺഫർമേഷൻ വേണം. ജീന സീക്കോയുടെ സൈഡിൽ നിന്ന് അവർ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എൻട്രോ ഏത് ആയുർവേദ പ്രോഡക്റ്റ് കിട്ടിയാലും അത് ജീന സീക്കോയുടെ മാത്രമേ വിൽക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അത് എൻട്രോയ്ക്ക് നല്ലതല്ല. ഓക്കെ ബ്രോ, ഓക്കെ ബ്രോ. അതുപോലെ തന്നെ ഈ ഫ്ലക്സ് ഫുഡ്സിന്റെ റിസൾട്ടിനെ കുറിച്ച് എന്തെങ്കിലും നോക്കിയിരുന്ന? ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം എന്താ പറയാ, കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിയും ഡീസെന്റ് നമ്പേഴ്സ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അതൊരു സ്ക്രീൻഷോട്ട് ഇങ്ങനെ എന്താ പറയുക, സ്ക്രീനറിന്റെ അകത്ത് ഈ വരുന്ന സാധനം ഉണ്ടല്ലോ,
അത് കണ്ടത്. ഈ ഇത്ര പെർസെന്റേജിന്റെ ഗ്രോത്ത് നടന്നു എന്നുള്ളത്. ലോസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതല്ലാതെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല കേട്ടോ. അതെ അതെ, അജു ആദ്യത്തിലും ലോസ് ഒക്കെ കുറഞ്ഞായിട്ട് തോന്നുന്നുണ്ട്. അതെ അതെ. എന്തായാലും ആ ഒരു 50 റേഞ്ച് തന്നെയാണ് അതിന്റെ അകത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അക്വിസിഷൻ. ഇതിന്റെ മീൻസ് അക്യുമുലേഷൻ. ഇതിന്റെ ഈ ചാർട്ട് എനിക്ക് ആ വെർട്ടോസുമായിട്ട് നല്ല സിമിലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വെർട്ടോസിന്റെ ചാർട്ട് എടുത്ത് നോക്കിയാൽ മതി. അത് ഇതുപോലെ ഒരു 75% ഡ്രോപ്പ് ചെയ്തതിനു ശേഷം പിന്നീട് 10x മൂവ് ചെയ്തൊരു സ്റ്റോക്കാണ്. എനിക്ക് അതുപോലെ ഇതിന്റെ ചാർട്ട് കാണുമ്പോൾ തോന്നുന്നുണ്ട്. അജു ബ്രോ ലേറ്റ് ആയിട്ടാണ് ലൈവ് ജോയിൻ ചെയ്തത്. ആ ബിർലാനിന്റെ വ്യൂ എന്താ? ബിർലാനിന്റെ വ്യൂ മറ്റേ ഓൺ കോഡ് കേട്ടേ. ബിർലാനുവിന് വേറെ പ്രശ്നമൊന്നുമില്ല. ബിർലാനു ഓക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അവർ ഒരു റീസെന്റ് ആയിട്ട് എന്തോ ഒരു കോട്ടിങ്, പേര് ഞാൻ മറന്നു, ഒരു കോട്ടിങ് ഒരു കമ്പനീനെ അക്യൂർ ചെയ്തിട്ടുണ്ട്. അപ്പോ ബിർലാനുവും എൻട്രോനെ പോലെ തന്നെ അക്വിസിഷൻസിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അവരുടെ റവന്യൂ പെട്ടെന്ന് പിക്കപ്പ് ചെയ്യുന്നതായിരിക്കും. എൻഡ്രോയിലും റിസൾട്ട് നല്ലതല്ലേ നമുക്ക്? ആൻഡ്രോയിഡ് റിസൾട്ട് മീൻസ് നമ്പേഴ്സിന്റെ ടേംസിൽ മീൻസ് നമുക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും. കാരണം അവർ 30% പറഞ്ഞെങ്കിലും 20% വന്നുള്ളൂ എന്നുള്ള രീതിയിൽ. പക്ഷെ അവർ അടുത്ത ക്വാർട്ടറിൽ അത് ക്യാച്ചപ്പ് ചെയ്യുന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബുദ്ധിമുട്ടില്ല. ഓക്കെ. യൂറോ പ്രൊജക്ട് ഒന്ന് പറയാമോ? ഏതാ? യൂറോ പ്രൊജക്ട്. കേട്ടൂടെ ബൈ? യൂറോ പ്രൊജക്ട്. ഞാൻ അതങ്ങനെ ട്രാക്ക് ചെയ്യുന്ന ഒരു കമ്പനി അല്ല ബൈ. ജസ്റ്റ് ചാർട്ട് നോക്കിയിട്ടുണ്ട്, കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുണ്ടെന്നല്ലാതെ അങ്ങനെ ട്രാക്ക് ചെയ്യുന്ന ഒരു കമ്പനി. ഇന്റീരിയർ ലാമിനേഷൻ ഒക്കെ ചെയ്യുന്നതാണ്. അതെ, ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല. എന്റെ ഫണ്ടമെന്റൽസും കാര്യങ്ങളൊന്നും അങ്ങനെ നോക്കിയിട്ടില്ല. ബ്രോ, ഈ അപെക്സ് ഫ്രോസൻ എന്ന് പറഞ്ഞ കമ്പനി ഇപ്പൊ ഒരു ബ്രേക്ക് ഔട്ട് പോലെയാണോ എനിക്ക് തോന്നുന്നത്? ഒരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു. എക്സ്പ്രോസ് നിന്ന് 6.6% അപ്പായിരുന്നല്ലേ? 1 ഇയർ ഹൈ ടച്ച് ചെയ്തു. സ്റ്റോക്കിന് ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഉണ്ട്. ജസ്റ്റ് ടെക്നിക്കലി അത് പ്ലേ ചെയ്യാന്നുള്ള സെൻസിൽ എടുക്കുക കേട്ടോ. ബ്രേക്ക് ഔട്ട് ടെക്നിക്കലി സൈക്ലിക്കലാണ്. ടെക്നിക്കലി അത് പ്ലേ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ എടുത്തിരുന്നാൽ മതി. അതിന്റെ അകത്ത് വേറെ ഒരുപാട് ലോങ് ടേം ആണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കണ്ട. ബിർലാനുവിന്റെ കോൺകോള് എന്നാണെന്നുള്ള വല്ല അറിവുണ്ടോ? ഇല്ല ഭയ, ഞാനത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് അതിന്റെ അകത്ത് ന്യൂസ് ഒന്നും കണ്ടില്ല. ഞാനും പിന്നെ അത് നോക്കിയില്ല. അടുത്ത ന്യൂസ് വരട്ടെ. പിന്നെ ഒരാൾ പറയാമോ? എഞ്ചിനീയറിംഗ് നല്ല കമ്പനിയാണ് ഭയ, നല്ല കമ്പനിയാണ്. ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് മേലോട്ട് കേറിപ്പോയായിരുന്നു. അപ്പോ അത് മേലോട്ട് കയറിപ്പോയപ്പോ ബാക്കിയുള്ള കമ്പനികൾ കയറിപ്പോയപ്പോഴത്തേക്കും ഇ പാക്കും മറ്റേ എൻട്രാർക്കും കയറിപ്പോയപ്പോഴത്തേക്കും കൂട്ടത്തിൽ കയറിപ്പോയാണ്. ഇപ്പൊ താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. മേലിലാണ് മേടിച്ചെങ്കിൽ പേടിക്കാൻ തോന്നുന്നില്ല കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അതെന്തായാലും ഫ്യൂച്ചറിൽ ഭയങ്കര പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു തീം ആയിരിക്കുമല്ലോ. കാരണം ഇപ്പൊ കുറെ അടുത്തൊക്കെ ബിൽഡിങ്ങിന് പകരം ഇങ്ങനെ ഒരു സംഭവമാണ് ചെയ്യുന്നത്. ഈ പ്രീ ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് ഇങ്ങനെ സ്റ്റീൽ വെച്ചിട്ടൊക്കെ. അപ്പൊ അതിന് എന്നാണെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടാവോ? ഉണ്ടാവും തീർച്ചയായിട്ടും. ഒരു കാര്യം കൂടെ, ജസ്റ്റ് ചാറ്റ് ബോക്സിന്റെ അകത്ത് ഒന്നൊരു ക്വയറിയാണ്. ബിർലാനു നാളത്തെ ഫ്ലെക്സ് ഫുഡ്സ് ആവുമോ എന്നുള്ള. ആദ്യം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ലോജിക്ക് ഒന്ന് മനസ്സിലാക്കുക. ബിർലാനു ഓൾറെഡി 75% ഇടിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. 75% ഇടിഞ്ഞിട്ട് നിൽക്കുന്ന സ്റ്റോക്ക് നാളെ എഗെയിൻ ഒരു 75% ഇടിയുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചേക്കാം. അതായത് 100 രൂപയിൽ നിന്ന് 25 രൂപയിൽ എത്തിയ ഒരു സാധനം പിന്നെ 25 രൂപയിൽ നിന്ന് അത് 5 രൂപയിലോട്ട് പോകുമ്പോഴത്തേക്കും ടോട്ടൽ അതിന്റെ ടോപ്പിൽ നിന്നിട്ട് എന്താ പറയാ 95% ഇടിവ് വരുന്നു. ഇത് വെള്ളരിക്ക പട്ടണമല്ല അങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് മാത്രം അങ്ങ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടിട്ട്. അവിടെ ഒരു ഹാർഡ് കോർ ബിസിനസ് ഉണ്ട്. ഓക്കെ. അജു ബ്രോ, ഈ ഗോ ഫാഷന്റെ ഇപ്പത്തെ വ്യൂ? ഗോ ഫാഷൻ ഞാൻ ആ ഒരു ഗൈഡൻസ് മോശമായ സമയത്ത് അതിൽ നിന്ന് എക്സിറ്റ് ആയതാണ് പോയി. പിന്നീട് ഞാനത് നോക്കിയിട്ടില്ല. ക്യൂ പവർ ഒന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു, കുറച്ച് ലോസിലാണ്. എക്സിറ്റ് ആവണമെങ്കിൽ റിസൾട്ട് ഒന്നും കുഴപ്പമില്ലായിരുന്നു ഇന്നലെ. ക്വാളിറ്റി പവർ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ആണ്. അതെ അതെ. നെട്ട് ശതമാനത്തോളം വാല്യുവേഷൻസ് ഭയങ്കര ഹൈ ആണ് പോയി. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് സംഭവം വരികയാണെങ്കിലേ അത് പിടിച്ചാൽ കിട്ടത്തില്ല. അതായത് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം.
ഇപ്പൊ നമ്മുടെ എൻട്രോ, ബിർലാനോ ഈ സ്റ്റോക്കുകളുടെ ഒക്കെ വാല്യുവേഷൻസ് ഭയങ്കര ചീപ്പാണ്. എങ്ങാനും ഒരു നെഗറ്റീവ് ന്യൂസ് വന്നാലും നമുക്ക് അതിന്റെ അകത്ത് ഡൗൺഫോൾ ലിമിറ്റഡ് ആയിരിക്കും. കൂടിപ്പോയി കഴിഞ്ഞാൽ 10% അടിയോ അല്ലെങ്കിൽ 15% അടിയോ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിമിറ്റും ഉണ്ടാവത്തില്ല. കാരണം ഭയങ്കര വാല്യുവേഷൻ ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം വേറെ പ്രശ്നമൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഈ ഒരു ബുൾ മാർക്കറ്റിന്റെ അകത്ത് ഇതേപോലുള്ള ഗ്രോത്ത് കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ സ്റ്റോക്ക് പ്രൈസ് മേലിലോട്ട് കയറുന്നതായിരിക്കും. പക്ഷെ വാല്യുവേഷൻ കംഫർട്ട് ഇല്ല. അജു ഭായി, നമ്മുടെ ഈ അവിസ് ലൈഫ് സ്പേസ് ഉണ്ടല്ലോ, നല്ല റിസൾട്ട് ആയിരുന്നല്ലോ. ആ. അപ്പൊ എന്നിട്ടും സ്റ്റോക്ക് പ്രൈസ് നല്ലതായിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് നമ്പേഴ്സിന്റെ ഇതിലാണോ? അതെ. ഒന്നാമത്തെ കാര്യം, ഇത് ഈ സെക്ടറിന്റെ അകത്തുള്ള ലീഡർ സ്റ്റോക്കുകളിൽ ഒന്നായിരുന്നു നേരത്തെ. ഇടയ്ക്ക് വെച്ചിട്ട് എന്തോ കുറച്ച് വേറെ എന്തോന്ന് കമ്പനികളോട് ലിസ്റ്റ് ചെയ്തായിരുന്നല്ലോ. എന്തോ ഒരു സ്മാർട്ട് സ്പേസസും പിന്നെ വേറെ ഏതോന്ന് അങ്ങനെ എന്തോ 1-2 കമ്പനികളോട് ലിസ്റ്റ് ചെയ്തത്. അത് ലിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ വരെ ഈ ഓഫീസ് ആയിരുന്നു ഇതിന്റെ അകത്തുള്ള ഏറ്റവും ലീഡർ സാധനം. അപ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രീമിയം ഇതിനുണ്ടായിരുന്നു. ബാക്കിയുള്ള കമ്പനികളൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഓഫീസിന്റെ വാല്യുവേഷൻ കുറെ ഹൈ ആയിരുന്നു. അപ്പൊ ആ ഹൈ ആയിട്ടുള്ള വാല്യുവേഷനിൽ നിന്നതിന് ശേഷം ഇപ്പം വന്നേക്കുന്ന നമ്പേഴ്സ് അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലല്ല. നമ്പേഴ്സിന്റെ അകത്ത് കുറച്ച് വീക്ക്നെസ് ഉണ്ട്. അപ്പോ നെറ്റ് പ്രോഫിറ്റ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നതിന്റെ പകുതിക്ക് താഴെയായിട്ട് കുറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ആ ഒരു നെഗറ്റീവ് റിയാക്ഷൻ വന്നേക്കുന്നത്. പക്ഷെ ഇതൊരു ഹൈ ക്വാളിറ്റി കമ്പനി ആയതുകൊണ്ട് ഇവിടെ നിരിഞ്ഞ് സീറോയിലൊന്നും പോകത്തില്ല. ഈ കുറച്ച് നാളുകൂടെ ഈ താഴത്തെ ലെവലിൽ തന്നെ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ട് നിൽക്കുന്നതായിരിക്കും. 1 second. യു റിസീവ്ഡ് എ റിക്വസ്റ്റ് ടു റെക്കോർഡ് ടു ക്ലൗഡ്. അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഇതൊരു ഹൈ ക്വാളിറ്റി കമ്പനി അല്ലെങ്കിൽ ലീഡർ സ്റ്റോക്ക് ഹൈ വാല്യുവേഷനിൽ നിൽക്കുന്നത് അതിന്റെ ഗൈഡൻസ് മിസ് ചെയ്തേക്കാണ്. അപ്പം ഇത് ഇവിടെ നിന്ന് കുറെ നാൾ സൈഡ് വേസ് പോകും. ഇതൊരു പുതിയ എമർജിംഗ് തീമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ സൈഡ് വേസ് പോകും, കുറെ കൂടെ താഴോട്ട് വരും. ഉടനെ മേലോട്ട് കയറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ഈ റവന്യൂ കാര്യങ്ങളൊക്കെ തിരിച്ച് എന്ത് ചെയ്യണം, ഈ നെറ്റ് പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ തിരിച്ച് പഴയതുപോലെ ആകും എന്നുള്ള രീതിയിൽ മാർക്കറ്റിനൊരു ഇത് കിട്ടണം, കോൺഫിഡൻസ് കിട്ടണം. ആ കോൺഫിഡൻസ് ഓൾറെഡി ഇതിന്റെ കോൺ കോളിൽ അവർ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഞാൻ അവരുടെ കോൺ കോൾ കേട്ടിരുന്നില്ല. കോൺ കോളിന്റെ അകത്ത് അത് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ പ്രൈസിന് അധികം ഡ്രോപ്പ് പ്രതീക്ഷിക്കേണ്ട, കുറച്ചുനാൾ സൈഡ് വേസ് പോയിട്ട് പതുക്കെ മേലിലോട്ട് കയറി തുടങ്ങിക്കോളും. ആ കോൺഫിഡൻസ് ഇല്ല, മറിച്ച് ഇവർ ഇനിയും ഇതിന്റെ റിസൾട്ടുകൾ മോശമാവും എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നതെങ്കിൽ ഇത് പതുക്കെ 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 താഴോട്ട് പോകുന്നതായിരിക്കും. അജു ബ്രോ, ഇൻട്രാർക്ക് ഫ്രഷ് എൻട്രി എടുക്കാൻ പറ്റുന്നതാണോ ഇപ്പൊ? ഡിപ്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നല്ല രീതിയിൽ ഒരു ഷൂട്ടപ്പ് നടന്നില്ലേ? ഓക്കെ. നമ്മുടെ മെമ്പേഴ്സ് കമ്മ്യൂണിറ്റിയിൽ തന്നെ നമ്മളത് ഏകദേശം 30% 40% ഗെയിൻ ആയി പലരുടെ. അതിപ്പോ വൺ മോർ ക്വസ്റ്റ്യൻ കൂടെ. നമ്മുടെ ഈ മാക്സ് ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനി കഴിഞ്ഞ ഒരു 8 ക്വാർട്ടറായിട്ട് അതിന്റെ റിസൾട്ട് പോസിറ്റീവിലോട്ട് വന്നിട്ടേ ഇല്ല. പക്ഷെ അതിന്റെ ഷെയർ പ്രൈസ് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ ഒരു അക്യുമുലേഷൻ ഫേസിലാണോ എന്ന് പറയാൻ പറ്റുമോ? അത് മാക്സ് ഇന്ത്യ 300 ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അത് ഭയങ്കരമായിട്ട് ഇടിഞ്ഞ് താഴെ വന്നില്ലേ, 165 വരെ വന്നില്ലേ. അപ്പൊ ഒരു 50% ഇടിവും കഴിഞ്ഞ് പിന്നീട് സൈഡ് വേസ് പോകുന്നതല്ലേ. അതിനൊരു ഹ്യൂജ് അക്യുമുലേഷൻ ആയിട്ടൊന്നും കൺസിഡർ ചെയ്യണ്ട. അതൊരു ഡിസ്ട്രിബ്യൂഷന് ശേഷമുള്ള സൈഡ് വേസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഇവരുടെ ബിസിനസ് മറ്റേ വയസ്സായവരുടെ പാർപ്പിക്കുന്ന. അതെ. അവർ കാർപെക്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട്. ഇതുവരെ ക്യാപെക്സ് കഴിഞ്ഞില്ലേ? പണ്ട് തൊട്ട് കേൾക്കുന്നതാണല്ലോ. അതെ, ഇപ്പോഴും പുതിയ ബിൽഡിങ്ങുകളുടെ കാര്യങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇപ്പൊ AI റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസ് ഏതാണ്ട് പുതുതായിട്ട് ഇത് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഉള്ള പുതിയ ന്യൂസ് ഉണ്ടായിരുന്നു. അജുഭായി, SKM എഗ് പ്രോഡക്ട്സ് എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? ഏതാ? SKM എഗ് പ്രോഡക്ട്സ്. അതൊരിക്കൽ ഒരു ട്രേഡിന് വേണ്ടിയിട്ട് പണ്ടെങ്ങാണ്ട് എടുത്ത് ട്വിറ്ററിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിൽ നോക്കിയിട്ടില്ല കേട്ടോ. അതൊരു സൈക്ലിക്കൽ സ്റ്റോക്ക് അല്ലേ? എന്റെ സൈക്കിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാനിത് ടെക്നിക്കലി എപ്പോഴും ഒരു ബ്രേക്ക്ഔട്ട് ആയപ്പോഴത്തേക്കും ട്വിറ്ററിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാത്ത പക്ഷം അത് നോക്കിയിട്ടില്ല, അങ്ങനെ പ്ലേ ചെയ്തിട്ടില്ല. ഏതാ? ഗ്രീസ് കോട്ടനും ഒരു റീറ്റെയിൽ പാർട്ടിസിപ്പേഷനൊക്കെ അത്യാവശ്യം ഉള്ള ഒരു സ്റ്റോക്ക് അല്ലേ?
ഹോൾഡ് ചെയ്യാനുണ്ട്. അത് ഇനി ഹോൾഡ് ചെയ്യാൻ ലോസിലാണെങ്കിൽ 15% ഹോൾഡ് ചെയ്യണോണ്ട്. ഗ്രീസ് കോട്ടണിൽ ഇന്നാള് മറ്റേ വേറൊരാള് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക്. അതെ മറ്റേ ട്രിപ്ലൈയില് ഞാൻ എപ്പോഴും നോക്കുന്നത് നമുക്കൊരു അടിച്ച 6 അടിക്കണം ആ ടൈപ്പിലുള്ള സ്റ്റോക്കുകളാണ്. ഇതെനിക്ക് അങ്ങനെ ഒരു ഫീൽ ഇല്ല. ഓക്കെ, ഇപ്പം പുള്ളിയുടെ 50% ഒക്കെ രാജ്യത്ത് വെച്ച് കണക്ട് കേട്ടില്ല. 100% 2 years ടാർഗറ്റ് വന്നിട്ടാണ് പുള്ളി സെല് ഈ ചെയ്യുന്നത്. 100% 2 years എന്ന് പറയുന്ന 6 അല്ലല്ലോ ബൈ. ബുൾ മാർക്കറ്റിന്റെ അകത്ത് അത് നോർമൽ റിട്ടേൺസ് അല്ലേ, ഏത് സ്റ്റോക്കും തരുന്ന റിട്ടേൺസ് അല്ലേ. അതെ അല്ല പുള്ളി അങ്ങനെ ആ കണ്ടീഷനിലാണ് നമുക്ക് തരുന്നത്. ആ ഒരു കണ്ടീഷനാണ് എന്നുണ്ടെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും. കാരണം ഇത് ബുൾ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇതിന്റെ അകത്തുള്ള എല്ലാ സ്റ്റോക്കും കയറും. ഇപ്പൊ താഴെ നിൽക്കുന്ന എല്ലാ സ്റ്റോക്കുകളും കയറും. അപ്പോഴത്തേക്ക് അതിന്റെ ഒപ്പത്തിൽ ഇതും കയറും. പക്ഷെ ആ ഒരു 100% അതല്ല നമ്മൾ നോക്കുന്നത്. നമ്മളൊരു 500%, അല്ലെങ്കിൽ 1000% ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അകത്തൊരു 300-400 കിട്ടിയാലും നമുക്ക് ധാരാളം. പക്ഷെ 100% ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ 50% ആയിരിക്കും. പിന്നെ കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര സുഖമായിരിക്കും. യാത്ര ഓൺലൈനിന്റെ ചാർട്ട് ഒന്ന് നോക്കാം. ഓൾ ടൈം ഹൈ ആണോ ബ്രേക്ക് ഔട്ട് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാവോ? ഒരു സെക്കൻഡ്. യാത്ര റെക്കോർഡിംഗ് ഉണ്ടാവുമല്ലോ അല്ലേ അജുബായി ഇതിന്റെ? റെക്കോർഡിംഗ് ഞാൻ ചെയ്യുന്നുണ്ട്. ഇച്ചിരി ജോയിൻ ചെയ്ത് ലേറ്റ് ആയി, മെസ്സേജ് കണ്ട ലേറ്റ് ആയിട്ടാ. റെക്കോർഡിംഗ് എവിടെ കിട്ടുക? ഞാൻ യൂട്യൂബിൽ ഇടാൻ പോയി. യാത്രയുടെ ഒരു സെക്കൻഡ്, സ്ഥാനത്തിന്റെ ചാർട്ട് വരുന്നില്ലല്ലോ. YAA ആണോ? അല്ലല്ല, YA ആണല്ലേ. YAT ബ്രേക്ക്ഔട്ട് ആണോ? ഫ്രഷ് എൻട്രി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ അജു ബ്രോ? ചാർട്ട് കണ്ടിട്ട് പ്രശ്നം എന്നുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ചാർട്ട് അത്യാവശ്യം നല്ലൊരു ചാർട്ടായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ട്. എന്നിരുന്നാലും വലിയ പ്രശ്നമില്ല, ഒരു ബുൾ മാർക്കറ്റല്ലേ. അജുബോ നമ്മുടെ കഴിഞ്ഞ ലൈവില് നമ്മൾ സംസാരിച്ച പിന്നെ നമ്മുടെ ഇൻവെന്റേഴ്സ് നോളജ് സൊല്യൂഷൻസ് അല്ലേ? ഒരു കാര്യം കൂടെ, ഈ യാത്രയുടെ ഡിപ്സിൽ ആഡ് ചെയ്ത് പോകട്ടെ. കറണ്ട് ലെവലില് 170-175 റേഞ്ചിനോട് അടുത്ത് നിൽക്കുമ്പോഴത്തേക്കാണ് ഏറ്റവും ഫേവറബിൾ. അപ്പം ചെറിയ ഡിപ്പ് കിട്ടുകയാണെങ്കിൽ അതിന്റെ അകത്ത് ആഡ് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ താങ്ക് യു. അജുബായി എൻട്രോയുടെ കാര്യത്തിൽ അല്ല, വേറെ ഒരാൾ എന്തോ ചോദിച്ചായിരുന്നല്ലോ. നമ്മൾ കഴിഞ്ഞ ലൈവിൽ സംസാരിച്ചിരുന്ന ഇൻവെന്റേഴ്സ് നോളജ് സൊല്യൂഷൻസ് അവരുടെ ബിസിനസ്സിൽ IKS അവരുടെ ബിസിനസ്സിൽ അവർ AI ടെക്നോളജി കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു, പുതിയ ഇത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് അതുകൊണ്ട് ഒരു ഫ്യൂച്ചർ ഉള്ള സ്റ്റോക്ക് ആയിരിക്കും അത്. ഈ AI എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാ കമ്പനികളും എടുത്ത് അലക്കുന്ന ഒരു വാക്കാണ്. നമ്മൾ ജസ്റ്റ് ഒരു .com ബബിളിന്റെ ടൈമിലോട്ടൊന്ന് ആലോചിച്ച് നോക്കുക. അന്നുണ്ടായിരുന്ന എല്ലാ കമ്പനികളും പറയുന്നില്ലായിരുന്നു ഞങ്ങൾ ബിസിനസ് ഇപ്പോൾ ഓൺലൈൻ ആക്കി, ഞങ്ങൾ ഇന്റർനെറ്റ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നു, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ കമ്പനികളില്ലായിരുന്നു. അതിന്റെ അകത്തും അന്നത്തെ സമയത്തും പെർഫോം ചെയ്തിട്ടുള്ള കുറെ കമ്പനികളുണ്ട്, പെർഫോം ചെയ്യാത്ത കുറെ കമ്പനികളുണ്ട്, കൂട്ടിപ്പോയിട്ടുള്ള കമ്പനികളുണ്ട്, പല കാര്യങ്ങളും ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അകത്തും ഇതൊരു കമ്പനി. ബുൾ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യണത് ഏപ്രിൽ മുതലായിരിക്കും എന്നാണല്ലോ അന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ഈ ബിർലാനോ പോലത്തുള്ള ഷെയർ ഒക്കെ ടൈം തരുമോ? ഒരു സൈഡ് വേസ് ഒക്കെ പോകാൻ ചാൻസ് ഉണ്ടോ ഇനി? കാരണം വെച്ചാൽ റിസൾട്ടും മോശമായതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടോ? അത് ഞാൻ എൻട്രി കുറച്ച് എടുത്തിട്ടുള്ളൂ, അത് അറ്റൻഡ് ചെയ്യാനായിരുന്നു, ക്യാഷ് ഇല്ല അതുകൊണ്ടാ. ബിർലാനോന്റെ റിസൾട്ട് കുറച്ച് മോശമായിരുന്നല്ലോ, അപ്പൊ അത് ഒറ്റയടിക്ക് അങ്ങോട്ട് കയറി പോകുമോ അതോ ബിർലാനോ ഒരു സൈക്ലിക്കൽ സ്റ്റോക്ക് അല്ലേ? സൈക്ലിക്കൽ സ്റ്റോക്കുകൾ ഒറ്റയടിക്കല്ല നല്ല റിസൾട്ട് വരുന്നത്. ഏറ്റവും നല്ല എക്സാമ്പിൾ സൈക്ലിക്കൽ സ്റ്റോക്ക് ആയിട്ടുള്ള വേറെ ഈ സമയത്ത് ടേൺ അറൗണ്ട് ചെയ്യുന്ന മറ്റ് സെക്ടേഴ്സിനെ നോക്കിയാൽ മതി. മറ്റ് സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് മൈക്രോ ഫിനാൻസിന്റെ അകത്ത് ഒരു കമ്പനി ഒറ്റയടിക്ക് 35% AUM ഗ്രോത്ത് കൊണ്ടുവരത്തില്ലല്ലോ. ആദ്യം അവര് കുറെ ലോസ് കാണിക്കും, പിന്നീട് പതുക്കെ 10%, 20%, അങ്ങനെ പതുക്കെ 30%, 35% ഏറ്റവും ടോപ്പിലെത്തും, പിന്നെ അഗൈൻ സൈക്കിൾ പീക്കൗട്ട് ചെയ്യും. ടൈം തരുമോ? ടൈം തരും, ഇഷ്ടംപോലെ ടൈം കിട്ടും. നമുക്ക് ഒരു 2 വർഷം നല്ല ടൈം കിട്ടുന്നതായിരിക്കും.
മീൻസ് 2 വർഷം എന്ന് പറയുമ്പോൾ ഈ ഒരു 2 വർഷം 2.5 വർഷമാണ് ബുൾ മാർക്കറ്റ് എന്നുണ്ടെങ്കിൽ അതിന്റെ തുടക്കത്തിൽ നമുക്ക് നല്ല ടൈം കിട്ടുന്നതായിരിക്കും. എസ്പെഷ്യലി അല്ല അപ്പൊ ഈ ബിർലാനെ ഈ സംബന്ധിച്ചിടത്തോളം ബിർലാനോന്റെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് യൂറോപ്പ് സൈഡിൽ നിന്നാണ് വരുന്നത്. അപ്പൊ യൂറോപ്പിന്റെ അകത്ത് റിക്കവറി വരുന്നതും ഇതിന്റെ അകത്തൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അവിടെ ഇപ്പൊ സ്റ്റിമുലസ് പാക്കേജസ് കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്നതിനൊക്കെ അനുസരിച്ചിട്ട് പതുക്കെ പതുക്കെ എന്ത് ചെയ്യുന്നതായിരിക്കും അവിടെ ബിർലാനുവിന്റെ അകത്ത് നമുക്ക് കൂടുതൽ ഗ്രോത്ത് കിട്ടുന്നതായിരിക്കും. ഓക്കെ ഓക്കെ അജുഭായ്, ഈ ബ്രോ എൻട്രോയുടെ ഒരു ആയുർവേദിക് പ്രോഡക്ട്സിന്റെ കൊറോണ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ ഒരു മോണോപ്പൊളിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ അത് ഏതായിരുന്നു, ഏത് കമ്പനിയാ അങ്ങനെ ജീനസീബോ? ഓക്കെ ഓക്കെ. ഇന്ന് പക്ഷെ ആരും ചോദിച്ചിട്ടില്ല കേട്ടോ അതിനെ പറ്റി. ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ റിലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നില്ല, വളരെ കുറവായിരുന്നു. അതെ ഞാൻ വളരെ ജനറിക്. ഈവൻ എന്നെ ഏറ്റവും സർപ്രൈസ് ചെയ്ത ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഒരു കോൺകോളിന്റെ അകത്ത് ഒരു കമ്പനി അതിന്റെ മറ്റേ ഓപ്പറേറ്റർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമല്ലോ, *1 അമർത്തി ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത്. ഒരുപാട് പേര് ചോദ്യങ്ങൾ ചോദിക്കാൻ ഇങ്ങനെ ലൈനിൽ നിൽക്കുകയാണെങ്കിൽ അത് അധികം പറയുന്നതായിരിക്കത്തില്ല. ഇന്നത്തെ എൻട്രോയുടെ കോൺകോളിൽ അത് അങ്ങനെ പറഞ്ഞു. ഇതിനു മുന്നേ എൻട്രോയുടെ കോൺകോളില് ഇതുപോലെ ഗൈഡൻസ് ഒന്ന് കുറഞ്ഞപ്പോഴത്തേക്കും 35% പറഞ്ഞിട്ടുണ്ടായിരുന്നു, 30% വന്നപ്പോഴത്തേക്കും അന്ന് ഇഷ്ടം പോലെ ആൾക്കാർ ഇതിന്റെ അകത്ത് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ ഇത്രയും വലിയ മിസ് വന്നു. മറ്റേതൊരു 5% മിസ്സാണ് വന്നത്. ഇവിടെ 10% മിസ് വന്നിട്ട് ഇവിടെ ചോദ്യം ചോദിക്കാൻ ആരുമില്ല. അതിന്റെ ഒരു ഇതെനിക്ക് മനസ്സിലായില്ല, അതെന്താ ഉദ്ദേശിച്ചത്. കാരണം ഇത്രയും പേർക്ക് അതിന്റെ അകത്ത് അവരുടെ കൺഫർമേഷൻ കൂടിയെന്നാണോ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അല്ല, ഇന്നലെ തൊട്ടേ ഒരു കൺഫ്യൂഷനിലാണ്. ഇത് താഴോട്ട് പോയാലും മുകളിലോട്ട് പോയാലും നമുക്കത് എങ്ങനെ അനലൈസ് ചെയ്യും എന്നുള്ളൊരു ഒരു തോട്ട് പ്രോസസ് അങ്ങ് വർക്കാവാതിരിക്കുകയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാന് ബിഗ്ഗീസിന്റെ പാത്ത് ഫോളോ ചെയ്യുക. നമ്മൾ അക്യുമുലേഷൻ കണ്ടിട്ടാണ് ബൈ ചെയ്തത്. അപ്പൊ അക്യുമുലേഷൻ നടക്കുന്നിടത്തോളം നമുക്ക് ബുദ്ധിമുട്ടില്ല. ആൻഡ് അക്യുമുലേഷനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു നൈസ് ക്യാൻഡിലാണ്. കാരണം ഇന്ന് ഏകദേശം 4,05,000 മേലെ ഓർഡർ മീൻസ് ക്വാണ്ടിറ്റി അതിന്റെ അകത്ത് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ട്രേഡ് ക്വാണ്ടിറ്റി ഓളിയം ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന് മുന്നേ കുറച്ച് നാൾ മുന്നേ ആയിട്ട് ഒരു കഴിഞ്ഞ സെപ്റ്റംബർ 30 എന്തോ ഒരു ക്യാൻഡിൽ ബിൽഡ് ചെയ്തത് 4,50,000 ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്തിട്ടുള്ള ഓളിയം ക്യാൻഡിലാണ്. ആ ഓളിയം ക്യാൻഡിലാണ് എൻട്രോയുടെ മൊത്തം ട്രേഡ് ഹിസ്റ്ററിയിൽ തന്നെ 3rd ഹയസ്റ്റ് ഓളിയം ക്യാൻഡിൽ. അപ്പൊ ഇന്ന് ഫോം ചെയ്തേക്കുന്ന ഓൾമോസ്റ്റ് 4th ഹയസ്റ്റ് ഓളിയം ക്യാൻഡിലാണ്. അപ്പൊ ഇത്രയും വലിയ ഓളിയം ഹാൻഡില് അതും ഗ്രീൻ സൈഡിൽ ഇത് ബിൽഡ് ചെയ്യും. ആൻഡ് ഈവൻ ഇൻട്രാഡേയിൽ നമ്മൾ 1 minute ക്യാൻഡിലിട്ട് നോക്കുകയാണെങ്കിൽ ഹയർ ഓളിയംസ് എല്ലാം ബിൽഡ് ചെയ്തേക്കുന്നത് ഇത് അപ്സൈഡിലോട്ട് മൂവ് ചെയ്യാൻ നേരത്താണ്. താഴോട്ട് വന്നപ്പോഴത്തേക്കും എല്ലാം വളരെ ചെറിയ ഓളിയമായിരുന്നു. ഇൻട്രാഡേയിൽ ഇത് 5% വരെയൊക്കെ മേളിലോട്ട് കയറിപ്പോയപ്പോഴത്തേക്കാണ് ഏറ്റവും കൂടുതൽ ഹയർ ഓളിയംസ് വന്നേക്കുന്നത്. താഴോട്ട് വന്നപ്പോഴത്തേക്കല്ല ചെറിയ ഓളിയംസ് ആണ് വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ഇന്നത്തെ ലോ നമുക്ക് നോക്കാം. ഇന്ന് ഇത്രയും വോളിയം ബിൽഡ് ചെയ്തത് കൊണ്ട് തന്നെ ഇന്നത്തെ ലോ ഇനി എപ്പോഴെങ്കിലും ബ്രേക്ക് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നുണ്ട് താഴോട്ട് പോയി ക്ലോസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. ഓക്കെ, ഇന്ന് പ്യൂർ ആയിട്ട് ഒരു ട്രേഡേഴ്സ് ഗെയിം പോലെയാണ് തോന്നിയത്. ട്രേഡേഴ്സ് ഗെയിം നോക്കണം, അത് എന്ത് കോണ്ടെക്സ്റ്റിൽ അങ്ങനെ ട്രേഡേഴ്സ് ഗെയിം നമുക്ക് തോന്നാം. ഇത്രയും വലിയ വോളിയം റീറ്റെയിൽ ട്രേഡേഴ്സ് ആണോ വരുന്നത്? ആയിരിക്കത്തില്ല. ചിലപ്പോ മാർക്കറ്റ് പ്രീ മാർക്കറ്റിൽ 5,000 ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, പ്രീ മാർക്കറ്റിന്റെ അകത്ത് 5,000 ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 9-15 അകത്ത് തന്നെ 17,000 ക്വാണ്ടിറ്റി മൂവ് ചെയ്തു. 25,000 ക്വാണ്ടിറ്റിയോടെ മൂവ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോ 10,000 ക്വാണ്ടിറ്റി ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യാൻ, ഞാൻ ഈ പ്രീ മാർക്കറ്റിൽ 5,000 ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്തതിൽ 1,000 ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്തേക്കുന്ന എന്റെ ഒരു അറിയാവുന്ന ഒരു വ്യക്തിയാണ്, എന്റെ ഒരു ഫ്രണ്ടാണ്. അയാള് വാങ്ങിച്ചതാണോ വിറ്റതാണോ? പുള്ളി വിറ്റതല്ലേ? ആര് മേടിച്ചു? വിറ്റതാണ്. കാരണം ഈ റീറ്റെയിലേഴ്സ് വിചാരിച്ചത് നെഗറ്റീവ് ന്യൂസ് എന്നല്ലേ, മോശം സ്റ്റോക്ക് എന്നല്ലേ വിചാരിച്ചത്, റിസൾട്ട് പാളി എന്നല്ലേ വിചാരിച്ചത്. ഇവര് ഈ വിറ്റതല്ലേ റീറ്റെയിലർ? അപ്പം മേടിച്ചാണ്, അതാ ചോദ്യം. റീറ്റെയിലർ ഒരിക്കലും ഈ ന്യൂസ് ഈ ഇവരുടെ റിസൾട്ട് കണ്ടിട്ട് ഒരു റീറ്റെയിലറും പോയി ഇത് മേടിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പൊ ഇത് രാവിലെ ആദ്യത്തെ 1 മിനിറ്റിൽ 25,000 ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്തു. 25,000 ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് എഴുതട്ടെ, ഞാൻ ഗ്രൂപ്പിന്റെ അകത്ത് ഇടാൻ വേണ്ടിട്ട്. കാരണം എൻട്രോയുടെ നോർമലി പ്രീ മാർക്കറ്റിന്റെ അകത്ത് ഒരു 300 ക്വാണ്ടിറ്റി 400 ക്വാണ്ടിറ്റി ഒക്കെയാണ് പ്രീ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ 5,000 ക്വാണ്ടിറ്റി കണ്ടപ്പോൾ ഞാൻ അത് സ്ക്രീൻഷോട്ട് എടുത്തു. എന്നിട്ട് ഞാൻ ഇതിട്ടു, ഗ്രൂപ്പിലിട്ടു, നമ്മുടെ മെമ്പേഴ്സ് കമ്മ്യൂണിറ്റി ഇട്ടു. അത് കഴിഞ്ഞിട്ട് അത് മാർക്ക് ചെയ്തിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നീട് 9:15 ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞിട്ട്
സ്ക്രീൻഷോട്ട് കോപ്പി ചെയ്തിട്ട് ഞാൻ അടുത്ത് ഒന്നുകൂടെ ഒന്ന് നോക്കിയായിരുന്നു. അപ്പോഴത്തേക്കും അതാദ്യം 17,000 ക്വാണ്ടിറ്റി ആയിരുന്നു, പിന്നീട് അത് 25,000 ആയി, പിന്നീട് അത് 37,000 ആയി. പിന്നെ അവസാനം ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടില്ല, കാരണം മിനിറ്റ് ഒന്ന് മാറിക്കൊണ്ടിരിക്കുക. ഈവൻ സെക്കൻഡ് ഇത് ഭയങ്കരമായിട്ടുള്ള വോളിയം ബിൽഡ് ചെയ്തോണ്ടിരിക്കുക. അപ്പോ ഇതെല്ലാം റീറ്റെയിലേഴ്സ് എല്ലാം നെഗറ്റീവായിട്ട് ചിന്തിച്ചത്. ഉം. ഓക്കെ. 25,000 ബ്രോ, ക്വാണ്ടിറ്റി. ഹലോ. ആ പറയൂ. കഴിഞ്ഞ ക്വാർട്ടറിൽ ആൻഡ്രോയിഡ് റിസൾട്ട് മോശമായിരുന്നു. ആ. അത് 8 to 9% ആയിരുന്നു തോന്നുന്നുണ്ട് എനിക്ക് എന്റെ ഒരു ഓർമ്മയില്, ആ. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിക്കലി. ആ. പക്ഷെ അവര് പറഞ്ഞത് 9 to 10% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസ് ഗ്രോത്ത് ഉണ്ടാവും പറഞ്ഞത്. അതോടൊപ്പം തന്നെ എന്ത് ഇയർ ഓൺ ഇയർ 30% ഗ്രോത്തും. പക്ഷെ ഇവിടെ ഇന്നലെ 11% ഗ്രോത്ത് വന്നിട്ടില്ല ക്വാർട്ടർ ഓൺ ക്വാർട്ടർ. അല്ല, അത് നോക്കാൻ വേണ്ടി പറ്റത്തില്ല. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ Q1 മോശം ക്വാർട്ടറാണ്. അപ്പൊ Q1 നമ്മൾ കമ്പയർ ചെയ്യുന്നത് മോശം ക്വാർട്ടർ ആണ്. പക്ഷെ എന്നാലും 9 to 10% കവർ ചെയ്യാൻ പറ്റുന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അല്ല, നമ്മളിത് അത് ഇയർ നെഗറ്റീവ് ഓൺ ഇയർ അല്ലല്ലോ. മാത്രം നോക്കിയാൽ മതി, ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കരുത്. ഓക്കെ, കാരണം മോശമാണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കരുത്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഓർഗാനിക് ഗ്രോത്ത് അല്ലല്ലോ. ഇപ്പൊ ഇന്ത്യ ഷെൽട്ടർ അവരെന്ത് ചെയ്യുന്നു, അവര് ലോൺ കൊടുക്കുന്നു. അപ്പം മാർച്ച് മാസത്തിൽ കൊടുക്കുന്ന പോലെ തന്നെ ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ഏപ്രിലിൽ കൊടുക്കുന്ന പോലെ തന്നെ ആയിരിക്കും ജൂണിൽ കൊടുക്കുന്ന പോലെ തന്നെ ആയിരിക്കും ജൂലൈയിലും ഓഗസ്റ്റിലും ഒക്കെ. ഇങ്ങനെ പതുക്കെ ഗ്രാജുവൽ ഇതായിരിക്കും വരുന്നത്. അല്ലാതെ ജൂൺ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ 1000 പേർക്ക് കൊടുക്കും, അല്ലെങ്കിൽ ജൂലൈ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ 500 പേർക്ക് കൊടുക്കത്തുള്ളൂ, അങ്ങനെ വരത്തില്ലല്ലോ. അതിൻ്റെ അകത്ത് ഗ്രാജുവൽ ഗ്രോത്ത് അല്ലേ വരുന്നത്. പക്ഷേ ആൻഡ്രോയിഡിനെ സംബന്ധിച്ചിടത്തോളം അവർ പുതിയ കമ്പനികളെ അക്യൂർ ചെയ്യല്ലേ, പുതിയ കമ്പനികളെ മേടിക്കുകയാണ്. അപ്പൊ ഈ കമ്പനികളെ മേടിക്കുന്നതിനനുസരിച്ച് ആ മേടിക്കുന്ന കമ്പനിയുടെ സെയിൽസ് കൂടെ ഇവരുടെ സെയിൽസ് ഫിഗറിന്റെ അകത്തോട്ട് വരുന്നതാണ്. അപ്പൊ നല്ലൊരു കമ്പനീനെ മേടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടുമ്പോഴത്തേക്ക് മാത്രമേ മേടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ചിലപ്പോൾ അവർ ഒരു കമ്പനീനെ മേടിക്കുമ്പോൾ തന്നെ ഒരു 1000 കോടി ചിലപ്പോൾ അവരുടെ സെയിൽസിൽ കയറും. ചിലപ്പോൾ അതുപോലത്തെ 10 കമ്പനീനെ മേടിച്ചാൽ ഒരു 1000 കോടി സെയിൽസിലോട്ട് കയറത്തുള്ളൂ. അത് അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അനുസരിച്ചിട്ടാണ്. ഒരു വർഷത്തിന്റെ അകത്ത് ഇത്രയൊക്കെ ഞങ്ങൾ മേടിക്കാം എന്നുള്ള രീതിയിലല്ല ആ ബിസിനസ് വർക്ക് ചെയ്യണം. ഓക്കെ. അവർ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ അതിന്റെ അകത്ത് വർക്കല്ല. ഓക്കെ, ഞാൻ വിചാരിച്ച അതായിരിക്കും പോസിറ്റീവായിട്ട് ഇന്ന് മാർക്കറ്റിൽ കണ്ടതെന്ന് വിചാരിച്ചു. അല്ല, അത് മാർക്കറ്റ് അതിനെ പോസിറ്റീവായിട്ട് എടുത്തിട്ടില്ല. അജുഭായ് ആ പറയും. നമസ്കാരം. ഇപ്പൊ 2 ബിസിനസ് എൻട്രോ അക്വയർ ചെയ്യുന്നുണ്ടല്ലോ ന്യൂലി. എങ്ങനെയാണ് അവരുടെ ബിസിനസ് ഗ്രോത്ത് ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നത്? ഇതിലെല്ലാം അവർ നോക്കുന്ന 2 കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന്, മാർജിൻ എക്സ്പാൻഷനും. 2, അവരുടെ SKUs കൂട്ടുക, അവരുടെ പാൻ ഇന്ത്യൻ പ്രസൻസ് കൂട്ടുക. ഇതെല്ലാം കൊണ്ട് നമുക്ക് ഇതിന്റെ അകത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഇത്രയേ ഉള്ളൂ. ഇന്ത്യക്കകത്തുള്ള ഫാർമസ്യൂട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സെഗ്മെന്റ് എന്ന് പറയുന്നത് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അകത്തുള്ള ഒരു ലീഡർ ആയിട്ട് തന്നെ എൻട്രോ വരും എന്നുള്ള രീതിയിലാണ് ഇതിന്റെ അകത്തെല്ലാം ഫീൽ ചെയ്യുന്നത്. മാർജിന് നേരത്തെ അവരുടെ ഒരു ഗൈഡൻസിൽ ഉണ്ടായിരുന്നത് 5% മാർജിൻ ആയിരിക്കും ഈ ഒരു വർഷത്തിൽ അവർ അച്ചീവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത്, എബിഡ മാർജിൻ. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ അത് 5% പോലും ആയിരിക്കത്തില്ല. ഈവൻ കുറെ കൂടെ ഹയർ സൈഡിലോട്ട് ഒരു എന്താ പറയാ ഡബിൾ ഡിജിറ്റിനോട് അടുത്തോട്ട് അത് എത്താനുള്ള പ്രോബബിലിറ്റീസ് ആണ് ഇന്നത്തെ കോൺകോൾ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് അതിന്റെ അകത്ത് പ്രധാനമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഈ മെഡ്ടെക് എന്ന് പറയുന്ന സെഗ്മെന്റിന്റെ മാർജിൻ എന്ന് പറഞ്ഞാൽ കുറെ കൂടെ ഹയർ ആണ്. അതിൽ തന്നെ അതേപോലെ തന്നെ ഇന്നൊരു ചോദ്യത്തില് അദ്ദേഹം പറഞ്ഞു കേട്ടു, ഞങ്ങളൊരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യാൻ പുറത്തുള്ള ഏത് കമ്പനികൾക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാകത്തിലുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ ഇവിടെ ബിൽഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള രൂപത്തിൽ. അത് വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമന്ററി ആയിട്ടാണ് ഫീൽ ചെയ്യേണ്ടത്. ഒരു മിനിറ്റ്, ചാറ്റ് ബോക്സിന്റെ അകത്ത് എന്തോ ഒരു പ്രോംബിസ് ഹിസ് അപ്രോച്ച് വാസ് ഡിഫറെന്റ്, ഐ ലോസ്റ്റ് 5 lakhs ഓഫ് ഹിം. എനിക്കത് മനസ്സിലായില്ല, ആരെ പറ്റിയിട്ടാണ് പറഞ്ഞത്? നമ്മുടെ ട്രിപ്പിൾ എ ആയിരിക്കും. ഓക്കെ, അത് മാത്രല്ല എന്നെ പറ്റിയിട്ടാണ് പറഞ്ഞെങ്കിൽ ജൈവ ചാറ്റിലോട്ട് വന്നിട്ട് ഏത് സ്റ്റോക്ക് വഴിയിട്ട് എത്ര ലാക്ക് മിസ് ചെയ്തു എന്നുള്ളത് കൂടെ ഒന്ന് പറയാമോ? ഓക്കെ. പിന്നെ അതേ കണക്ക് തന്നെ വേറൊരു കാര്യം കൂടെ, നമ്മുടെ പേഴ്സണൽ ലൈഫും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ തിരക്ക് വരുന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഇപ്പൊ ഞാൻ തന്നെ ഇന്നലെയാണ് ഇവിടെ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. മെനങ്ങാന്നായിരുന്നു യഥാർത്ഥത്തിൽ എൻ്റെ ഫ്ലൈറ്റ്. ഇടയ്ക്ക് വെച്ചിട്ട് ഫ്ലൈറ്റ് മിസ്സായി എന്ന് പറയുമ്പോൾ
ലഗേജ് ചെക്ക് ഇൻ ചെയ്യുന്ന ടൈമിന് മുന്നേ ഞാൻ മീൻസ് അവിടെ വെച്ചിട്ടാണ് ഞാൻ ലേറ്റ് ആയത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്ത് ചെയ്തു, എൻ്റെ അടുത്ത് പറഞ്ഞു ലഗേജ് അവിടെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ബോർഡ് ചെയ്ത് പോകാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു പറ്റത്തില്ല, നമുക്ക് ലഗേജ് കൂടെ കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട് പിന്നെ ഒരു ദിവസം കൂടെ അടുത്ത ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് പിന്നെ ഇന്നലെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണമാണ് വീഡിയോസിൽ ഒരു ബുദ്ധിമുട്ട് വന്നത്. ഇന്നിപ്പോ വീഡിയോസിൽ ബുദ്ധിമുട്ട് വന്നെങ്കിലും അത് നിങ്ങളിലോട്ട് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇതിങ്ങനെ ഒരു എന്താ പറയുക സൂം മീറ്റിംഗ് ആയിട്ട് വച്ചേക്കുന്നത്. അപ്പൊ ആ സൂം മീറ്റിംഗിൽ വച്ചേക്കുന്ന സമയത്ത് ഇപ്പൊ യൂട്യൂബിൽ വന്നേക്കുന്ന കമന്റ് എന്ന് പറയുന്നത്, ഞാൻ കമ്പനികളുടെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും വീഡിയോ ഇടാതെ പോയി എന്നുള്ള രീതിയിൽ ഇപ്പൊ ഒരു 3 മിനിറ്റ് മുമ്പേ ഒരാൾ കമന്റ് ഇട്ടേക്കുക. ഇതാണ് അവസ്ഥ ഇവിടുത്തെ. വാച്ച് യുവർ വീഡിയോസ്, നോ നീഡ് ടു എക്സ്പ്ലെയിൻ. താങ്കളുടെ അല്ലേ പൈസ നഷ്ടപ്പെട്ടെ, അപ്പൊ ഒന്ന് വന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? ഓക്കെ. ഫ്ലക്സ് ഫുഡ്സ് നമ്മൾ ആദ്യം തന്നെ നാട്ടില് കേരളത്തില് എന്താ കേട്ടില്ല? കേരളത്തിൽ എത്ര ദിവസം ഉണ്ടാവും? ഞാൻ എത്ര 26-ാം ലീവ് തീയതി വരണ്ടോ? ഫ്ലക്സ് ഫുഡ്സിന്റെ കാര്യം. ഫ്ലക്സ് ഫുഡ്സ് നമ്മൾ ആദ്യമേ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു എന്താ പറയാ ഒരു മൈക്രോ ക്യാപ്പ് പിക്കാണ്. ആ മൈക്രോ ക്യാപ്പ് പിക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ അകത്ത് ഒരു 100-to-1 പോലെയുള്ള ഒരു അപ്രോച്ചാണ് എടുക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പോർട്ട്ഫോളിയോയുടെ 100% ഫ്ലക്സ് ഫുഡ്സിന്റെ അകത്തായിരിക്കത്തില്ലല്ലോ ഇടുന്നത്. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഒരു 5% അലൊക്കേഷൻ ആണ് ഫ്ലക്സ് ഫുഡ്സിന്റെ അകത്ത് കൊടുക്കുന്നതെങ്കിൽ ഈ 5% അലൊക്കേഷന്റെ അകത്ത് 50% ഡ്രോപ്പ് വന്നാൽ പോലും ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ ഒരു എന്താ പറയാ 2.5% മാത്രമേ നമുക്ക് നഷ്ടപ്പെടുന്നുള്ളൂ. ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ 2.5% അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചാനലാണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഷെൽട്ടർ പോലെയുള്ള ഒരു സ്റ്റോക്കിന്റെ അകത്ത് 30-40% ഗെയിൻ കിട്ടാൻ നേരത്തോ, അല്ല ഈവൻ നമ്മുടെ മെമ്പേഴ്സ് കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ നമ്മൾ ഗബ്രി പെറ്റ് സ്റ്റാപ്സിന്റെ അകത്ത് ഒരു അതുപോലുള്ള സ്റ്റോക്കിന്റെ അകത്ത് 60-70% ഗെയിൻ എടുക്കാൻ നേരത്തോ, ഇനി അതല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ഇൻട്രാർക്കിന്റെ അകത്ത് 30-40% ഗെയിൻ എടുക്കാൻ നേരത്തോ ഇതിന്റെ അകത്തൊക്കെ ഇത് റിക്കവറി ആയി പോയിട്ടുണ്ട്. ഓക്കെ. അപ്പം 100 പേരുടെ 1000 കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട് അതിന്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണം എവിടെയെങ്കിലും കയറി കുത്താൻ നേരത്ത് വന്നിരുന്ന് ഉറുത്തുന്നത് ഒരു നല്ല സ്വഭാവമല്ല. ഓക്കെ. മൊത്തത്തിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ മൊത്തം അടിമുടി അതാണ് ഫോളോ ചെയ്തത് എന്നുള്ള രീതിയിൽ വരണം. അല്ലാതെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സാധനം മാത്രം ഫോളോ ചെയ്തിട്ട് അത് മാത്രം എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഓക്കെ. അജു ബ്രോ ആ അജു ബ്രോ ഇൻഡോ ഫാം എക്യുപ്മെന്റ്സിന്റെ റിസൾട്ട്സിനെ പറ്റി എന്താണ് അഭിപ്രായം? കാരണം ഇയർ ഓൺ ഇയർ നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട്, പക്ഷെ ക്വാർട്ടർ ടു ക്വാർട്ടർ ഡിക്ലൈനുമാണ്. അതെന്തേലും എനിക്ക് ആ സെഗ്മെന്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഗവൺമെന്റ് സൈഡിൽ നിന്ന് അഗ്രികൾച്ചറിന് നല്ലൊരു പുഷ് വരുമ്പോഴത്തേക്കും ആ ഒരു സെക്ടർ എന്തായാലും പെർഫോം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഒന്നുമില്ല. പക്ഷെ കമ്പനികളുടെ ഗ്രോത്ത് ഗൈഡൻസ് എന്ന് പറയുന്നത് ഭയങ്കര പൂറാണ്. ഞാൻ സെക്ടറിന്റെ അകത്ത് നിന്ന് ഈ 3-4 കമ്പനി, 3-4 കൂടുതൽ കമ്പനികൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഈ ഇൻഡോ ഫാം, സൺസ്റ്റാർ, ടൊളിൻ ടയേഴ്സ്, അങ്ങനെ കുറെ കമ്പനികൾ ഇതിന്റെ അകത്ത് നോക്കിയിട്ടുണ്ട്. എല്ലാവരുടെയും ഗ്രോത്ത് ഗൈഡൻസ് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിട്ടാണ് ഫീൽ ചെയ്തത്. അതേ സമയത്ത് ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളുടെ പ്രോക്സി അല്ലെങ്കിൽ അതിന്റെ EPC സൈഡിൽ നിൽക്കുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാ കമ്പനികളുടെ ഗ്രോത്ത് ഗൈഡൻസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലുമാണ്. ഓക്കെ. അപ്പം എനിക്ക് ഇവിടെ സെക്ടറിന്റെ അകത്ത് ബുള്ളിഷ് ആയിട്ടുള്ള സംഭവം ഉണ്ട്, പക്ഷെ മാനേജ്മെന്റിന് അതിന്റെ കോൺഫിഡൻസ് ഇല്ല ആ സെക്ടറിന്റെ അകത്ത് ഗ്രോത്ത് വരുമെന്നുള്ളത്. പക്ഷെ അതൊരു കുറച്ചൊരു ലോങ് അക്യുമുലേഷൻ കഴിഞ്ഞിട്ട് നിയർലി ഒരു ബ്രേക്ക് ഔട്ട് ലെവൽ വരെ പോയതാണ്, അല്ല ബ്രേക്ക് ഔട്ട് ആയതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വീണ്ടും താഴേക്ക് വരുന്നത്. അത് നമ്മൾ ഇനി ഹോൾഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ? അതെയോ ഇതിന് വീണ്ടും അതൊരു 170 റേഞ്ചിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു പണ്ട്? 170 ആ റേഞ്ച് ആണെന്ന് തോന്നുന്നു. അത് അത്രയും താഴേക്കൊക്കെ വരെ പോകാൻ ചാൻസ് ഉണ്ടായിരിക്കും ഇനിയിപ്പോ അത്. പക്ഷെ ഇപ്പൊ താഴേക്ക് വരുന്ന ഫേസിലാണെങ്കിലും ഭയങ്കര സ്ലോലി ആണ് വരുന്നത്. ഒറ്റയടിക്ക് അങ്ങനെ വളരെ ഷാർപ്പ് ആയിട്ടുള്ള ഡിക്ലൈൻ വരുന്നില്ല, വളരെ സ്ലോലി ആണ് അത് താഴേക്ക് വരുന്നത്. ഇല്ല, അത്രയും താഴെ പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത് നിയർ ടൈമിൽ തന്നെ സപ്പോർട്ട് എടുക്കേണ്ടതുണ്ട്. ഇപ്പൊ അതിന്റെ ഒരു കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 200 ആ റേഞ്ചിലൊക്കെ മാത്രമേ മാക്സിമം പോകാനുള്ള ചാൻസ് ഉള്ളൂ. ഏത് കമ്പനിയെ കുറിച്ച് പറഞ്ഞേ? ഇൻഡോ ഫാം എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ അഗ്രി പ്രോഡക്ട്സിന്റെ പ്രോക്സികൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാനത് നോക്കിയൊരു കമ്പനി ആയിരുന്നു കേട്ടോ. കൊറോണോക്സ് ലാബ് ഒന്ന് നോക്കൂ, അത് ചാർട്ട് ഏകദേശം ബോട്ടം ആയ ഫീൽ ഉണ്ട്. കൊറോണോക്സ് ലാബ്. ഓക്കെ, ക്രോണോക്സ് ലാബ്. അതെ. ക്രോണോക്സ് ഞാൻ ഈ സാധനത്തിന്റെ അകത്ത് ഒരിക്കൽ എൻറ്റർ ചെയ്തായിരുന്നു, പക്ഷെ ഇപ്പൊ ഒരു ബോട്ടം ചെയ്തൊരു ഫീൽ വരുന്നുണ്ട്.
അല്ല സോറി കേട്ടോ, ഞാൻ ക്രോണോക്സ് അല്ല, ഞാൻ വേറൊരു കമ്പനിയാണല്ലോ പേരിൽ തുടങ്ങുന്നത് തന്നെ, അതാ ഉദ്ദേശിച്ചത്. ഈ ഓഫീസിന്റെ ഒക്കെ സെയിം സെഗ്മെന്റ് അകത്തുള്ള അതേതായിരുന്നു അവന് കോണ്ടോർ സ്പേസ്. ചാർട്ടിൽ അക്യുമുലേഷൻ നടക്കുന്നുണ്ട്, ഓൾമോസ്റ്റ് ബോട്ടത്തിലാണ് നിൽക്കുന്നത്. ഇത് SME അല്ലേ? SME അല്ലല്ലോ. SME അല്ല, ഓക്കെ. ഓക്കെ, SME അല്ല. അക്യുമുലേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിന്റെ എന്തെങ്കിലും ട്രിഗർ പോയിന്റുകൾ അറിയാമോ? ഈ ഹൈ പ്യൂരിറ്റി, ഫൈൻ ഇൻഓർഗാനിക് കെമിക്കൽസ്, ഫോസ്ഫേറ്റ്, ഇതിന്റെയൊക്കെ വില എപ്പോഴാണ് കൂടുന്നത് കുറയുന്നത്, അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ധാരണ ഉണ്ടോ ഈ ഒരു ഇൻഡസ്ട്രീനെ പറ്റിയിട്ട്? ഇല്ല, ഇൻട്രസ്റ്റ് വെച്ച് വലിയൊരു ഐഡിയ ഇല്ല. ഇൻഡസ്ട്രീനെ കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് ഇൻഡസ്ട്രീനെ പറ്റിയിട്ട് ഇതുപോലെ ഐഡിയ ഇല്ലാത്ത സ്റ്റോക്കുകൾ ജസ്റ്റ് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് മാത്രം നോക്കി എടുക്കുന്നതാണ് നല്ലത്. ബോട്ടത്തിലാണെന്ന് പോലും ചിന്തിക്കേണ്ടതില്ല. ബോട്ടം ചിലപ്പോൾ കുറെ നാള് ബോട്ടം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തെന്നിരിക്കാം. ക്രോണോക്സിൽ എനിക്ക് തോന്നുന്നു ക്രോണോക്സിൽ എന്തോ ഒരു വലിയ ഇത് വരുന്നുണ്ട്, അവരുടെ പ്രൊഡക്ഷൻ പ്ലാന്റ് എന്തോ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവർ ഉദ്ദേശിക്കുന്നുണ്ട്. എനിക്ക് അടുത്ത ക്വാർട്ടറിലേക്ക് ശരിയാവും തോന്നുന്നു. ഓക്കെ, അപ്പൊ അത് വരുമ്പോഴത്തേന് അവരുടെ പ്രൊഡക്ഷൻ 2x എന്തോ ആവുന്നുണ്ട്. അല്ല, പ്രൊഡക്ഷൻ 2x ആയാലും ഡിമാൻഡ് ഉണ്ടാവണ്ടേ? ഡിമാൻഡിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ എൻഡ്രോ അല്ല, നമ്മുടെ ബിർലാൻ എടുക്കാം. ബിർലാനിനെ സംബന്ധിച്ചിടത്തോളം ബിർലാൻ കുറെ കപ്പാസിറ്റി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഡിമാൻഡ് വരുന്നത് അതിന്റെ സൈക്കിൾ ടേൺ ആവാൻ നേരത്ത് മാത്രമല്ലേ. അപ്പൊ നമ്മൾ ആ സൈക്കിൾ ടേൺ ആവുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സൈക്കിൾ ടേൺ ആയാൽ മാത്രമേ സ്റ്റെയർ പ്രൈസ് മേലോട്ട് കയറി പോകത്തുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ സൈക്കിൾ ടേൺ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ ട്രിഗർ പോയിന്റുകളുണ്ട്. ഒന്ന്, യൂറോപ്പ് സൈഡിൽ ഡെവലപ്പായി വരുന്നു. 2, ഈ സെക്ടറിന്റെ അകത്തുള്ള മറ്റ് കമ്പനികൾ പതുക്കെ പ്രോഫിറ്റ് കാഴ്ചവെച്ച് മറ്റ് കമ്പനികളുടെ ഷെയർ പ്രൈസ് മേലോട്ട് കയറി വരുന്നു. 3, ഈ സൈക്കിളിന്റെ അകത്ത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നതാണ്. 2-3 വർഷം ഇത് മേലോട്ട് പോയതിനു ശേഷം പിന്നെ അടുത്ത് 3-4 വർഷം താഴോട്ട് വരും, പിന്നെ അടുത്ത 2-3 വർഷം മേലോട്ട് പോകും. അപ്പൊ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നതുകൊണ്ട് ഇപ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്ത് വരുമെന്നുള്ള രീതിയിൽ അങ്ങനെ കുറെ ട്രിഗർ പോയിന്റുകളുണ്ട്. അപ്പൊ ആ ട്രിഗർ പിന്നെ മാനേജ്മെന്റ് സൈഡിൽ നിന്ന് ഗൈഡൻസ് ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ ഒരു സൈക്ലിക്കൽ സ്റ്റോക്ക് എടുക്കുമ്പോൾ നമുക്ക് ആ ട്രിഗർ പോയിന്റുകൾ വിസിബിൾ ആയിരിക്കും. അതുപോലെ അജുബ്രോ പറഞ്ഞ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ പ്രോക്സിയിലെ അതില് പോസിട്രോൺ എനർജി എന്ന് പറഞ്ഞ ഒരു കമ്പനി, SME കമ്പനി ഉണ്ട്. അത് നോക്കിയിരുന്നോ? അത് ഗൈഡൻസ് ഏകദേശം 30% ഗൈഡൻസ് പറയുന്നുണ്ട്. പോസിട്രോൺ നോക്കിയിരുന്നു, പ്രഥം EPC നോക്കിയിട്ടുണ്ടായിരുന്നു, റാപ്പിഡ് വാൽസ് നോക്കിയിട്ടുണ്ടായിരുന്നു, കുറെ കമ്പനികൾ നോക്കിയിട്ടുണ്ട്. എല്ലാത്തിന്റെ ഗൈഡൻസ് ഇങ്ങനെ തന്നെയാണ്, ഒരു 35-40% ഒക്കെ ഉണ്ട്. പക്ഷെ പോസിട്രോൺ ചാർട്ട് നോക്കുമ്പോൾ താഴോട്ട് പോകുന്നു, ബോട്ടം ഫോം ചെയ്യുമ്പോൾ ഈ ഗൈഡൻസ് ഇതിപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ആരെങ്കിലും ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടോ? എല്ലാവരും എനർജി, പവർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഗ്യാസിന്റെ സൈഡിൽ ഇപ്പൊ ആരും ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പൊ ഈ കമ്പനികളൊക്കെ താഴത്തെ ലെവലിൽ നിൽക്കുക. ഇതെല്ലാം SME സെഗ്മെന്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ പൊസിഷൻ ബിൽഡ് ചെയ്യാത്ത. ഇല്ലെങ്കിൽ ഞാനും പൊസിഷൻസ് ബിൽഡ് ചെയ്തേനെ SME അല്ലായിരുന്നെങ്കിൽ. കാരണം പോർട്ട്ഫോളിയോയുടെ വലിയൊരു ബൾക്ക് പെർസെന്റേജ് അലോക്കേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം 1-2 ലോട്ട് വേണമെങ്കിൽ നോക്കിയിട്ട് വാങ്ങിയിടല്ലേ. ഒന്ന് കമ്പനിയുടെ ഗൈഡൻസ് ഇവർ ഇത്രയും പറയുന്നത് കൊണ്ടുവരണം. ഓക്കെ, കൊണ്ടുവരികയാണെങ്കിൽ ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു ബുൾ മാർക്കറ്റിന്റെ അകത്ത് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നതായിരിക്കും. അജിബ്രോ, മീറ്റിംഗ് കയറാൻ ലേറ്റ് ആയി പോയി. എൻട്രോയുടെ ഓവറോൾ വ്യൂ ഒന്ന് പറയോ? പോസിറ്റീവ് ആണ്. ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. നമ്മൾ തുടക്കത്തിൽ കുറെ ഒന്ന് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രോ, ഒരു കാര്യമുണ്ട്. ഞാൻ 32 rupees തൊട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ഉണ്ട്, മംഗൾ ക്രെഡിറ്റ് എന്നാണ് പേര്. അപ്പൊ അത് ഇപ്പൊ ഒരു 450% ഇപ്പോ മുകളിലോട്ട് കയറി. ഇപ്പൊ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 180 റേഞ്ചിലോട്ടാണ് നിൽക്കുന്നത്. ഒരു 2 years ആയിട്ട് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് ആക്ച്വലി ഞാനൊരു 2 rupees തൊട്ട് ഞാൻ ആക്ച്വലി നോക്കിയിരുന്നൊരു സ്റ്റോക്കായിരുന്നു. പിന്നെ അത് റിവേഴ്സ് സ്പ്ലിറ്റ് നടന്നു, അങ്ങനെ അതിന്റെ പ്രൈസ് കയറി. അങ്ങനെ 32 rupees ആയിരുന്നു എന്റെ ബൈയിങ് പ്രൈസ് നിൽക്കുന്നത്, റിവേഴ്സ് സ്പ്ലിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട്. ഇപ്പൊ അതൊരു 180 ലെവലിലാണ് നിൽക്കുന്നത്. ഇനിയും അത് ഹോൾഡ് ചെയ്തതിൽ കാര്യമുണ്ടോ എന്നുള്ളതൊന്ന് ഞാൻ ഈ ഒരു സ്റ്റോക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ മെമ്പേഴ്സ് കമ്മ്യൂണിറ്റിയിലാണോ അതോ പബ്ലിക് ചാനലിനകത്താണോ ഷെയർ ചെയ്തതെന്ന് ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ ഈ സ്റ്റോക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഒരു ഇനിയും നല്ല രീതിയിൽ മേളിലോട്ട് കയറുമെന്ന് തന്നെയാണ് എന്റെ ചാർട്ട് കണ്ടിട്ട് ഫീൽ ചെയ്യുന്നത്. ഹോൾഡിങ് കണ്ടിന്യൂ ചെയ്യുക. പക്ഷെ ഒരു ഇവിടെ നിന്നുകൊണ്ട് ഇനി ഒരു മൾട്ടി ബാഗർ പൊട്ടൻഷ്യൽ ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ബൈ കോസ്റ്റ് ഇത്രയും താഴത്തെ ലെവലിൽ ആയതുകൊണ്ട് ഇനി അതിൻ്റെ അകത്തൊരു നല്ലൊരു റൈഡ് കൂടെ ബാക്കി ഉണ്ടായിരുന്നു. ചാർട്ടൊക്കെ ബുള്ളിഷ് ആണ്.
ഡീസെന്റ് ഇവരുടെ ഡീസെന്റ് ആയിട്ടുള്ള ബിസിനസ് മോഡലൊക്കെ ഞാൻ പണ്ട് അനലൈസ് ചെയ്ത് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താണ്. പിന്നെ ഞാൻ ഇപ്പൊ വീണ്ടും വീണ്ടും അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബിസിനസ് മോഡലിനെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇപ്പോ അവരുടെ എക്സ്പാൻഷൻ അങ്ങനെ എന്തെങ്കിലും? ഞാൻ അതിന്റെ ഒരു PDF ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഞാൻ അതൊന്ന് ഗ്രൂപ്പിൽ ഇന്നോ വല്ലോ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ താങ്ക് യു. ഓക്കെ. ഈ ക്രോംബസ് ഇതാരാ ഇത്? ഒന്നാമത്തെ കാര്യം എനിക്കിത് രണ്ടും കൂടെ നോക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഈ 20% എങ്കിലും സക്സസ് റേറ്റ് വേണ്ടേ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഓൾറെഡി തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്താ പറയാ, നമ്മുടെ ട്വിറ്ററിന്റെ അകത്ത് നമ്മൾ പണ്ട് ഇട്ടിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ വെച്ചിട്ട്. ഓക്കെ. അപ്പൊ ഒരാളുടെ സക്സസ് റേറ്റ് നോക്കുന്നത് ആ ബുൾ മാർക്കറ്റിന്റെ അകത്ത് നിന്നിട്ട് വേണം നോക്കാൻ വേണ്ടിയിട്ട്. ബെയർ മാർക്കറ്റ് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ലീഡേഴ്സ് പൊട്ട സ്റ്റോക്കുകൾ ബിഗ്ഗീസ് എക്സിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മേലോട്ട് കയറുന്ന സ്റ്റോക്കുകളുടെ അകത്ത് വരുന്ന റണ്ണപ്പുകളും ഇതിന്റെ അകത്ത് കയറി വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ സക്സസ് റേറ്റ് നോക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഓക്കെ. ബുൾ മാർക്കറ്റ് കഴിഞ്ഞ് ഒരു സ്റ്റോക്കിന് പെർഫോം ചെയ്യാൻ വേണ്ടി ടൈം കൊടുക്കും. നമ്മൾ സ്റ്റോക്ക് പറഞ്ഞിട്ട് അതിന്റെ അടുത്ത ആഴ്ച തൊട്ട് പെർഫോം ചെയ്യത്തില്ലല്ലോ. ഒരു ബുൾ മാർക്കറ്റ് കഴിഞ്ഞിട്ടും ഇതിന്റെ അകത്ത് എത്ര പെർഫോമൻസ് വന്നിട്ടുണ്ട് ഇല്ല എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ സക്സസ് റേറ്റ് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ജസ്റ്റ് ഒരു ചോദ്യമായിട്ട് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്താ പറയാ മറുപടി പറയുന്നതിൽ ബുദ്ധിമുട്ടില്ല. ഓക്കെ. കഴിഞ്ഞ ബുൾ മാർക്കറ്റിലാണ് പറയുന്നതെങ്കിൽ ട്വിറ്റർ ഹാൻഡിൽ എടുത്ത് വെച്ചിട്ട് കഴിഞ്ഞ വർഷത്തിന്റെ അകത്തുള്ളത് മൊത്തം വന്നിരുന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. അതായത് 2022 മുതൽ. ഒരു ക്വസ്റ്റ്യൻ, ഡിവ്ജി ടോർക്ക് ട്രാൻസ്ഫർ സിസ്റ്റം, ഡിവ്ജി ഏതാ? DIVGI. അത് നല്ല റിസൾട്ട് വന്നിട്ടുള്ളത്. നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് കുറഞ്ഞു വരുന്നു കാണുന്നുണ്ട്. DIVGI ടോർക്ക് ട്രാൻസ്ഫർ സിസ്റ്റം. നല്ല ചാർട്ടാണ് കേട്ടോ. താഴെ ഒരു സെക്കൻഡ്. ചാർട്ട് ബോട്ടത്ത് നിന്നിട്ട് കയറി വരുന്നുണ്ട്. 700 ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല കേട്ടോ. ഓക്കെ. അജു ബ്രോ, പിന്നെ അതുപോലെ എൻറോന്റെ കേസ്, ഞാൻ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളാണ്. മെഡിക്കൽ ഷോപ്പുകൾ നടത്തി പരിചയമുള്ള ആളാണ്. അപ്പൊ അവര് പറഞ്ഞ ഗൈഡൻസ് കൊണ്ടുവരാണെങ്കിൽ ഫ്യൂച്ചറിൽ നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള കമ്പനിയാണ്. ഞാനതാണ് അതുമായി പറഞ്ഞപ്പോൾ തന്നെ അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് അപ്പൊ ഇപ്പോഴുള്ള മറ്റുള്ള റീറ്റെയിൽ ഹോൾസെയിലേഴ്സിനൊക്കെ ഇവര് വഴി വരുവാണെങ്കിൽ നല്ലൊരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ ഗ്രോത്ത് കൊണ്ടുവരുക എന്നുള്ളതാണ് എന്റെ മെയിൻ ആയിട്ടുള്ള ഈ ഗ്രോത്ത് പൊട്ടൻഷ്യല് അതിൻ്റെ അകത്ത് ഉണ്ട്. പക്ഷെ അവർ അക്യൂസേഷൻസ് കൂടെ നടത്തുന്നോണ്ട് നമുക്ക് അവർ അതിന്റെ ചെറിയ രീതിയിൽ മിസ് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്കൊന്നും അതിന്റെ അകത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. മാനേജ്മെന്റിന് അതിന് കാരണം ഒന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പൊ ഒരു കമ്പനിക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഗ്രോത്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പറയാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയില്ല എന്നുള്ളത്. പക്ഷെ അക്യൂസേഷൻസ് നടത്തുമ്പോഴത്തേക്കും നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയാലല്ലേ അക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നല്ല മോശം കോസ്റ്റിലാണ് ഒരെണ്ണം അക്യൂർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അതെ. ഇപ്പോൾ നിലവിൽ 95% അൺഓതറൈസ്ഡ് ആണ് ഇതിൽ. ഓർഗനൈസ്ഡ് ഒരു കമ്പനി വരികയാണെങ്കിൽ ഷുവർ ആയിട്ടും അവർക്ക് മാർക്കറ്റ് ഷെയർ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റിയാൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള മേഖലയാണ് അത്. ഇത് ഏതായി ചൊറിയും കയറിയിരിക്കണം? കുറെ നേരമായല്ലോ ചാറ്റ് ബോക്സിന്റെ അകത്ത്. ബുദ്ധി ഇല്ലെങ്കിൽ അത് നമുക്ക് എന്താ പറയാ മനസ്സിലാക്കാം. പക്ഷെ ഇത് കിക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഈ സാധനത്തിൽ എങ്ങനെയാ കിക്ക് ചെയ്യുന്നത്? എനിക്കിത് മനസ്സിലാവുന്നില്ല. പറയുന്നത് മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അജു ഒന്ന് അവനെ മൈൻഡ് ചെയ്യാതെ നമ്മള് സംഭവം നടന്നു പോകണം. അല്ലേ അവൻ പറയണ മൈൻഡ് ചെയ്യാൻ പോകണ്ട. മൈൻഡ് ചെയ്യുമ്പോഴാണ് അവനത് ഇത് കിട്ടുന്നത്. അല്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം. ഷെയർ മാർക്കറ്റ് റിസ്ക് ഉള്ളതാണെന്നുള്ളത്. പിന്നെ അവൻ കണക്കണ കാര്യമില്ല. സാറ് പറ, നമുക്ക് കേൾക്കാൻ ഇവിടെ ഉണ്ട്. അജു ബ്രോ യൂട്യൂബിൽ വന്ന് വീഡിയോ കാണുന്ന പോലെയല്ല, സൂമിലൊക്കെ വന്ന് അത്രയും ട്രസ്റ്റ് ചെയ്യുന്നവര് മാത്രമല്ലേ ഇത് പറ്റില്ല. അപ്പൊ ഈ പുള്ളി അതാണ് കോമഡി. യൂട്യൂബിന്റെ അകത്ത് നമുക്ക് ഒന്നും ഇല്ലെങ്കിലും ഫീഡില്ലെങ്കിലും ഇത് ഡിസ്കോഡ് തന്നെ ഇരുന്ന് നമുക്ക് ഡിസ്കോഡ് തന്നെ ഇവന്മാർക്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് മാത്രമേ. അല്ല എത്ര മലയാളികൾ ഡിസ്കോഡ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മള് ഗ്രൂപ്പിൽ ഇതിനകത്ത് ഡിസ്കോഡ് ഇൻസ്റ്റാൾ ചെയ്ത് അതും കഴിഞ്ഞ് അതിന്റെ അകത്ത് സൂമിൽ അതിന്റെ അകത്ത് ഇട്ട ലിങ്കിലും കയറി വന്നിട്ട് കൊണ അടിക്കുന്നുണ്ടെങ്കിൽ ചെറിയ ഒന്നുമല്ല. പുള്ളിയുടെ ഫ്രസ്ട്രേഷൻ അപ്പൊ എന്തോ ആയിരിക്കും.
അജു ബ്രോ ഒരു ആ ഡൗട്ട്. ഞാൻ ഇന്ത്യ ഉം. ഷെൽട്ടർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആ അത് ഹോൾഡ് ചെയ്യുന്നതാണോ അതോ അതിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് മെൻട്രോ അല്ലെങ്കിൽ ബിർലാനോ അതിലേക്ക് കൂടുതൽ അലോക്കേഷൻ കൊടുക്കുന്നതാണോ എന്നല്ല. കാരണം ഇപ്പോൾ ഈ ഫാൻസി അതിന്റെ കുറച്ച് കുറഞ്ഞു വരുന്നുണ്ടല്ലോ. കാരണം ഹൗസിംഗ് ഫിനാൻസ് കമ്പനി ഗ്രോത്ത് പൊട്ടൻഷ്യൽ കറക്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നൊരു പൊട്ടൻഷ്യൽ കുറച്ച് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ചോദിച്ചത്. ഏതിന്റെ ഒന്നുകൂടെ പറഞ്ഞ മറ്റേ ആളിനെ ഹൗസിംഗ് റിമൂവ് ഫിനാൻസ് ചെയ്തോണ്ട്. കമ്പനി ആ ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയുടെ ആ അവരുടെ പൊട്ടൻഷ്യൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ടാർജറ്റ് എല്ലാം കുറച്ച് ഉം. കുറച്ചിട്ടുണ്ടല്ലോ. ആ ആ അതുകൊണ്ട് ഇനിയിപ്പം ഇന്ത്യ ഷെൽട്ടർ ഹോൾഡ് ചെയ്യുന്നതാണോ അതോ കുറച്ചുകൂടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള എൻട്രോ അല്ലെങ്കിൽ ബിർലാനിലോട്ട് കൂടുതൽ അലോക്കേഷൻ കൊണ്ടുവരുന്നതാണോ നല്ലെന്നൊരു ഡൗട്ട്. ഞാൻ ഇതിനെ കൺസിഡർ ചെയ്യുന്നത് ഇന്ത്യ ഷെൽട്ടറിന് ഫ്രഷ് അഡീഷൻ കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ മാത്രം. ഓൾറെഡി ഉള്ള സ്റ്റോക്കിനെ ഒരു രീതിയിലും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഫ്രഷ് അഡീഷൻ ഇന്ത്യ ഷെൽട്ടറിലോട്ട് ഇനി ചെയ്യുന്നില്ല, ആവറേജിങ് ചെയ്യുന്നില്ല. ഓക്കെ. കാരണം ഈ സെക്ടറിന്റെ അകത്തുള്ള ഒരു സെക്ടറിന്റെ അകത്ത് ബുൾ റൺ നടക്കുന്നുണ്ടെങ്കിൽ ആ സെക്ടറിന്റെ അകത്തുള്ള എല്ലാ കമ്പനികളും നല്ല റിസൾട്ടുകൾ കാഴ്ചവെക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഒരു ബുൾ റണ്ണിന് എന്ത് ചെയ്യുന്നതായിരിക്കും, ബൂസ്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോ ഇപ്പം ഇതിന്റെ അകത്ത് ഇന്ത്യ ഷെൽട്ടർ മാത്രമേ ആ ഒരു നല്ലൊരു ഗ്രോത്ത് ഉള്ളൂ. ബാക്കിയുള്ള കമ്പനികളുടെ എല്ലാം ഗ്രോത്ത് കുറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഈ സെക്ടറിന്റെ അകത്തോട്ട് നേരത്തെ വരേണ്ടിയിരുന്ന വലിയൊരു മാസീവ് ഇൻഫ്ലോ ചിലപ്പം കുറയും. അപ്പൊ അത് കാരണം ആ സെക്ടറിന്റെ അകത്ത് നമ്മൾ ഇനി അധികം ഫണ്ട് പുതുതായിട്ട് ഇൻഫ്യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ഉള്ള ഫണ്ട് നമ്മൾ അതേ കണക്ക് കീപ്പ് ചെയ്യുന്നു. കാരണം ഇവിടെ നമ്മുടെ ഗൈഡൻസ് നമ്മൾ എൻട്രി ചെയ്തപ്പോഴും 30-35% ആയിരുന്നു, ഇപ്പോഴും 30-35% തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതും കീപ്പ് ചെയ്ത് പോവുക. ഓക്കെ ഓക്കെ. അതുപോലെ ജന സ്മോൾ ഫിനാൻസ് ബാങ്ക് അതിൽ കൂടുതൽ അലോക്കേഷൻ പറ്റിയ ടൈമാണോ അതോ? ജന അലൊക്കേഷൻ കൂട്ടാവുന്ന എല്ലാ ഇതും കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരു ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് കൂടെ കിട്ടട്ടെ. ബാക്കി ഗൈഡൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. അജുബോ ക്രിസാക്ക് ഇപ്പൊ എൻട്രി എടുക്കാവുന്ന ലെവലാണോ? ക്രിസാഗ് കമ്പനി ഓക്കെയാണ്. വാല്യുവേഷൻസ് അവരിപ്പം ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രോത്ത് വെച്ചിട്ട് അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. ബിസിനസ് ഒക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഈ ഒരു സെഗ്മെന്റ് മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ബുള്ളിഷ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ ടെക്നോളജി. നിങ്ങൾക്ക് എത്ര പേര് ഈ ഒരു സെഗ്മെന്റ് അകത്തുള്ള ഒരുപാട് കമ്പനികൾ വാച്ച് ലിസ്റ്റിലോട്ട് വരുന്നുണ്ട്? എനിക്ക് കയറി വരുന്നുണ്ട്. പുതിയ പുതിയ കമ്പനികൾ ലിസ്റ്റും ചെയ്യപ്പെടുന്നുണ്ട്. അല്ല, ഇന്നിപ്പോ മലയാള യൂട്യൂബേഴ്സ് ഒക്കെ ഇതിനെ കുറിച്ച് ഈ ക്രിസാക്കിനെ കുറിച്ചൊക്കെ പറയുകയും ചെയ്തു. എഡ്യൂക്കേഷൻ സെക്ഷനിൽ ഒരു ബൂം വരും എന്നൊക്കെ പറഞ്ഞിട്ട്. മീൻസ് പുറത്തോട്ടുള്ള ഇത് ഒന്നിലധികം കമ്പനികൾ ഞാൻ ഈ ഒരു സെയിം സെഗ്മെന്റ് അകത്ത് തന്നെ കണ്ടിട്ടുണ്ട്, പുറത്തോട്ടുള്ളത് തന്നെ. അതേ കണക്ക് തന്നെ എന്താ പറയാ, ഇന്ത്യക്ക് അകത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ വരാന്ത ലേണിങ്ങും അങ്ങനെയുള്ള കുറെ കമ്പനികളുണ്ട്. ഇതെല്ലാം നല്ല ഗ്രോത്തിന്റെ പൊട്ടൻഷ്യൽ ഫീൽ ചെയ്യുന്നുണ്ട്. വരേന്താണ് എനിക്ക് ഇതിന്റെ അകത്ത് ഏറ്റവും ഫേവറേറ്റ് പിക്ക്. കാരണം വരേന്തയിൽ ഓൾറെഡി എന്തൊക്കെ മോശം കാര്യങ്ങൾ സംഭവിക്കാനുണ്ട് അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ അകത്ത് ജസ്റ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് മാത്രമേ നടക്കേണ്ടതായിട്ടുള്ളൂ. അവരെല്ലാം ക്യാപെക്സ് എല്ലാം ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് വരേന്തയാണ് എന്റെ ഇതിന്റെ അകത്തുള്ള ഫേവറേറ്റ് പിക്ക്. വരേന്തയുടെ 35% ഗൈഡൻസ് ഉണ്ട്. ക്രിസാഗ് 25% അല്ലേ ഗൈഡൻസ് ഉള്ളൂ. പക്ഷെ ക്രിസാഗ് കുറെ കൂടെ ഫേമസ് ആയിട്ടുള്ള സ്റ്റോക്കാണ്, കുറെ കൂടെ ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് ബുൾ മാർക്കറ്റിന്റെ ഇനിഷ്യലി തന്നെ ഗ്രോത്ത് കൊണ്ടുവരുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് ഇതിനായിരിക്കും. പക്ഷെ അൾട്ടിമേറ്റ്ലി വരേന്ത ആയിരിക്കും കൂടുതൽ റണ്ണപ്പ് വരാൻ വേണ്ടി പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അജുബ, ഈ വരാന്തയുടെ ഫിക്സ്ഡ് അസറ്റിനകത്ത് കാണിക്കുന്ന വലിയ ഫിഗർ എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ് അല്ലേ കൂടുതൽ? അതൊരു പ്രശ്നമല്ലേ? അതങ്ങനെ നോക്കണ്ട. വരാന്തയ്ക്കകത്ത് ഒരു ഡീമർജർ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ഡീമർജർ നടന്നു കഴിയുമ്പോഴത്തേക്കും ഇപ്പം വരാന്തയുടെ ആ ഒരു എന്താ പറയാ ബുക്കുകൾ മീൻസ് ഒരു ബാലൻസ് ഷീറ്റ് അകത്ത് ഇപ്പൊ നല്ല രീതിയിൽ കടമില്ലേ, അവരുടെ ഡീമർജർ നടന്നു കഴിയുമ്പോൾ ആ കടം പുതിയ കമ്പനിയിൽ ഉണ്ടായിരിക്കത്തില്ല. കടം ഇല്ലാത്തൊരു കമ്പനി ജസ്റ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് മാത്രം എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. അതാണ് അവിടുത്തെ ശങ്കര ലിസ്റ്റ് മറ്റേത് ലിസ്റ്റ് കഴിയുമ്പോൾ അതിലേക്ക് മൂവ് ചെയ്യേണ്ടി വരുമോ? ഇത് ഒഴിവാക്കേണ്ടി മൂവ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ശങ്കര സംഭവിച്ചതുപോലെ തന്നെ ഈ ലിസ്റ്റ് ഡീമർജർ നടക്കുന്നതിന് മുന്നേ ചിലപ്പോൾ ഒരു 100% റിട്ടേൺസ് തരും. ശങ്കര ഒന്ന് ആലോചിച്ച് 500-1000 പോയിട്ടല്ലേ ഡീമർജർ നടന്നത്. അപ്പൊ അതുപോലെ തന്നെ ചിലപ്പോൾ ഇതിന് സംഭവിച്ചെന്നിരിക്കാം. ഡീമർജർ എപ്പോഴാണ് നടക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ഇതൊരു ഇൻട്രസ്റ്റിംഗ് പ്ലേ ആണ്. ഈ ഡീമർജർ ആദ്യം ഇത് മീൻസ് ഈ സ്റ്റോക്കിന്റെ അകത്ത് നമ്മൾ മെമ്പേഴ്സ് കമ്മ്യൂണിറ്റി ഇത് ഡിസ്കസ് ചെയ്ത് പൊസിഷൻ ബിൽഡ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തൊന്നും ഈ ഡീമർജർ ഒന്നും പ്ലേ ഇല്ലായിരുന്നു. ആ സമയത്ത് ജസ്റ്റ് അക്യുമുലേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ലാസ്റ്റ് കോൺകോളിലാണ് ഇവർ ഡീമർജർ വന്നത്. അതിനു മുന്നേ ഞാൻ നോക്കുമ്പോഴത്തേക്കും പ്രൊമോട്ടർ കുറച്ച് പൈസ ഇതിന്റെ അകത്തോട്ട് ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു QIP നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഇതിന്റെ അകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്.
പിന്നെ ഇത്രയും വലിയ ജമ്പ്, ഓപ്പറേറ്റിംഗ് ലെവറേജ്. ഇപ്പോഴാണ് ഇവർ ഈ ഒരു ഡീമർജർ കൂടെ എടുത്തിട്ടത്. ഡീമർജർ എടുത്തിട്ടപ്പോൾ ഉള്ള ഗുണം, മറ്റേത് ഇത്രയും കടം കിടക്കുന്നതുകൊണ്ട് ഈ കടത്തിന് ഇൻട്രസ്റ്റ് കോസ്റ്റ് ഒരുപാട് പോവുകയാണ്. അപ്പൊ പ്രോഫിറ്റ് ഗ്രോത്തിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടാകും. ഇപ്പൊ കടം മൊത്തം ഒരു കമ്പനിയിലും ബിസിനസ് മൊത്തം മറ്റൊരു കമ്പനിയിലുമായിട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഹ്യൂജ് ആയിട്ട് പ്രോഫിറ്റ് ഗ്രോത്ത് കാഴ്ചവെക്കുന്നതായിരിക്കും മുന്നോട്ട് പോകുമ്പോൾ. ഓക്കെ. അപ്പൊ ഈ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ഈ ഇൻടാഞ്ചിബിൾ അസറ്റ് കൂടാതെ തന്നെ അത്യാവശ്യം നല്ല ഫിഗർ ഉണ്ടെന്നാ പറയുന്നത് അല്ലേ? അതൊരു ഒരു ബ്രാൻഡാണ് അവരെ മേടിച്ചേക്കുന്നത്. അത്യാവശ്യം ഫേമസ് ആണ്. ഇപ്പൊ കേരളത്തിന്റെ അകത്ത് PSC കോച്ചിങ്ങിന്റെ ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ ആണെങ്കിൽ ടാലന്റ് എന്ന് പറയുന്ന ഒരു, അല്ലെങ്കിൽ ലക്ഷ്യ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അല്ലേ? അപ്പൊ അതിന് ക്രെഡിബിലിറ്റി ഇല്ല. അതേ കണക്ക് തന്നെ കൊമേഴ്സ് എഡ്യൂക്കേഷന്റെ അകത്ത് ഇവർ നല്ലൊരു ബ്രാൻഡ് ഇപ്പൊ പർച്ചേസ് ചെയ്തു. ആ ബ്രാൻഡ് വാല്യൂ ഭയങ്കര ഹൈ ആണ്. ഇൻഡസ്ട്രി ലീഡർ ആണ്. ആ ബ്രാൻഡ് വാല്യൂ ആണ് ഇതിനകത്ത് ഈ ഫിഗർ ആയിട്ട് വരുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. ബ്രോ, ഈ സംഹി ഹോട്ടല് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് തന്നായിരുന്നു, പക്ഷെ അതിന്റെ സ്റ്റോക്ക് പ്രൈസ് താഴോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി എന്തെങ്കിലും? ഇതൊരു മാർക്കറ്റിന്റെ ഈ ഒരു ബുൾ മാർക്കറ്റിന്റെ തുടക്കത്തിൽ എല്ലാ സ്റ്റോക്കും ഇങ്ങനെ തന്നെ പോയി. നല്ല കമ്പനികളാണെങ്കിലും ഒന്നും മാർക്കറ്റ് അങ്ങോട്ട് അംഗീകരിച്ചു തരുന്നില്ല. കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം കയറും. പ്യൂർ ബുൾ അടുത്ത 2-2.5 വർഷം ഹോൾഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന എല്ലാ സ്റ്റോക്കുകളും പ്രോഫിറ്റ് എക്സിറ്റ് ചെയ്യാം. അജിബ്രോ, പുതിയ ഏതെങ്കിലും സെക്ടർ തെളിഞ്ഞു വരുന്നതായിട്ടല്ലോ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല. ഗ്യാസിന്റെ അകത്ത് ഗ്യാസ് എക്സ്പ്ലോറേഷൻ, ഗ്യാസ് മൈനിങ്, ഗ്യാസ് ഡിസ്ട്രിബ്യൂഷന്റെ ലേ ഔട്ട്, അങ്ങനെ എന്തും നോക്കാം. പർട്ടിക്കുലർ ഏതെങ്കിലും കമ്പനികൾ എന്തെങ്കിലും വാച്ച് ലിസ്റ്റിലുണ്ടോ? അപ്പൊ അത് മൈക്രോ ക്യാപ്പുകളല്ലേ കൂടുതലുള്ളത്? അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ സ്റ്റോക്ക് പറയാത്തത്. എല്ലാം SME സ്റ്റോക്കുകൾ, ഒന്നും ഒരു മേജർ പ്ലേയേഴ്സിലൊന്നും വലിയ ഗൈഡൻസ് ഇല്ലാതാണ്. ബ്രോ, ലേറ്റ് ആയി പോയി. യൂട്യൂബ് ലൈവ് വീഡിയോ എപ്പോഴാണ് വരാന്ന് പറയോ? ഞാനിത് കഴിഞ്ഞ് ഇതിന്റെ ഒരു പ്രോസസ്സിംഗ് ടൈം ഒരു കുറച്ചുണ്ടായിരിക്കും. അതുകൂടെ കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാൻ കേട്ടോ. ഇവിടെ നെറ്റ്വർക്ക് ഭയങ്കര സ്ലോ ആണ്. വീട്ടില് എന്താ പറയാ, വേറെ സെറ്റപ്പ് ഇല്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കാരണം ഞാൻ കൂടുതൽ നാസിക്കിലല്ലേ. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു വൈഫൈ കണക്ഷൻ എടുത്താൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. ഇതാണെങ്കിലും 26-ാം തീയതി വരെ എത്ര ദിവസത്തെ ലീവ്? വളരെ കുറച്ച് ദിവസത്തെ ലീവേ ഉള്ളൂ. 2 ആഴ്ച തയ്ച്ചില്ല. GSPL അതേപോലെ MGL ഒക്കെ എങ്ങനെ ഗ്യാസിന്റെ ഇതില്? GSPL പൈപ്പിൻ നെറ്റ്വർക്കിന്റെ പുതിയ പ്രൊജക്ട്സുകളൊക്കെ അവർക്ക് അവാർഡ് ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. MGL-ഉം IGL-ഉം ഞാൻ ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ബിസിനസ്സുകളാണ്. നല്ല കമ്പനിയാണ്, പക്ഷെ അതിൻ്റെ അകത്തൊന്നും ഇപ്പൊ ഇതില്ല, ഗ്രോത്ത് ഇല്ല. ഓക്കെ. വേറെ ഏതാ ചോദിച്ചാൽ? JSPL മീൻസ് രാജസ്ഥാൻ പെട്രോ സിന്തറ്റിക്സ് ആണോ? ഗുജറാത്ത്. ഓക്കെ. GS. ഓക്കെ. GSPL ഇത് തന്നെയാണോ ഗുജറാത്ത് ഗ്യാസ് എന്ന് പറയുന്നത്? അത് വേറെ ആണോ? ഓക്കെ. ഇത് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. അതിന്റെ ചാർട്ട് കണ്ടിട്ട് ഒരു മൾട്ടിവയർ പൊട്ടൻഷ്യൽ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഞാൻ മറ്റേ നോക്കിയിട്ടുണ്ട്, ഗുജറാത്ത് ഗ്യാസ് നോക്കിയിട്ടുണ്ട്. അത് IGL-ഉം MGL-ഉം ഒക്കെ ഒരേ സെഗ്മെന്റ് അകത്ത് വരുന്നതായതുകൊണ്ട് അതിലും എനിക്കൊരു ഭയങ്കര ഒരു മൾട്ടിവയർ പൊട്ടൻഷ്യൽ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഈ കമ്പനികളുടെയൊക്കെ പ്രോക്സികളുണ്ട്. അതായത് ഇപ്പൊ ഗുജറാത്ത് ഗ്യാസിനും MGL-നും IGL-നും ഒക്കെ പുതിയ ഒരു സിറ്റിയിലോട്ട് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നതായിരിക്കും? അതിനായിട്ട് പൈപ്പ് ഇടുന്നതായിരിക്കും. ഈ പൈപ്പ് ഇട്ട് കൊടുക്കുന്ന കമ്പനി, ഇതിൻ്റെ അകത്ത് വാൽവ് കൊടുക്കുന്ന കമ്പനി, അതിന് വേണ്ടിയിട്ട് സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യുന്ന കമ്പനി, ഇതെല്ലാം നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിന്റെ അകത്ത് ലിസ്റ്റഡ് ആയിട്ടുള്ള SME സ്റ്റോക്കുകളുണ്ട്. ഇവരുടെ ഗൈഡൻസുകളാണ് 30-40%. പക്ഷെ ഈ പൈപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ഇതിൽ ഗ്യാസ് കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഗ്യാസ് ആൾക്കാർ പതുക്കെ കണക്ഷൻ എടുത്ത് അത് അതിന്റെ വരുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് അത് ലോവർ ഡബിൾ ഡിജിറ്റ് മാത്രമാണ്. 10%, 12%, 15% മാത്രമേ ഉള്ളൂ. ഈ GSPL-നും അതേപോലെ ഗെയിലിനാണ് ഏറ്റവും കൂടുതൽ പ്രൊജക്ട്സ് അവാർഡ് ആയിട്ടുള്ള സ്റ്റഡി നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് ഗെയിലൊക്കെ നിൽക്കുന്ന പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് മറ്റേ വലിയ പൈപ്പ് ലൈനാണ്. അതായത് ഇത് പോർട്ടിൽ സാധനം വന്നു കഴിഞ്ഞാൽ പോർട്ടിൽ നിന്ന് ഇന്റർ സ്റ്റേറ്റ് കൊടുക്കുന്ന സാധനങ്ങൾ സ്റ്റേറ്റുകൾക്കിടയിലോട്ട് വരും. സ്റ്റേറ്റുകളുടെ അകത്ത് ഡിസ്ട്രിബ്യൂഷൻ നോക്കുന്ന ഈ കുഞ്ഞു കമ്പനികളാണ്. ഡൊമസ്റ്റിക്കില് കൂടുതൽ GSPL തോന്നുന്നുണ്ട്. അതായത് റൂറൽ ഏരിയകളിലൊക്കെ കൂടുതലായിട്ട് പൈപ്പ് ലൈനിന്റെ പ്രൊജക്ടിവിറ്റി ഉള്ള
ഓക്കെ. ഞാൻ അതിന് നോക്കട്ടെ അതിന്റെ എത്രയാണ് ഗ്രോത്ത് ഗൈഡൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ബ്രോ ഐ ആർ എം എനർജിയുടെ ചാർട്ട് കൊള്ളാം, പക്ഷെ അവിടെ ഗ്രോത്ത് ഗൈഡൻസ് എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓളിയത്തിന്റെ ടേംസിൽ ഏകദേശം 15-20% എന്താണ് പറഞ്ഞേക്കുന്നത്. ആ ഒരു ഓളിയത്തിന്റെ ടേംസിലാണ് പറഞ്ഞേക്കുന്നത്, ഡയറക്റ്റ് റവന്യൂയുടെ ടേംസിലും അല്ല പറഞ്ഞേക്കുന്നത്. എനിക്കത് നോക്കണം. എനിക്ക് 15% പറഞ്ഞേക്കുന്നത് എന്നാണ് എന്റെ ഓർമ്മ. 15% പറഞ്ഞേക്കുന്നതെങ്കിൽ റവന്യൂയുടെ ടേംസിൽ ഭയങ്കര ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ ഗ്യാസിന്റെ വില തന്നെ മൊത്തത്തിൽ മേലോട്ട് കയറണം. ഓക്കെ. ബ്രോ ഈ ക്രിസാഗിനെ പറ്റി പറഞ്ഞായിരുന്നല്ലോ, ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡ് അല്ലേ? കുറെ പ്രൈവറ്റ് അൺലിസ്റ്റഡ് ആയിട്ടുള്ളതും ലോക്കലി ഉള്ള കുറെ പേരും ഇല്ലേ ഈ ഒരു സെഗ്മെന്റിൽ പുറത്തോട്ട് പഠിക്കാൻ വിടുന്നതിന്റെ? അങ്ങനത്തെ ഭയങ്കര കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഗ്രോത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്. അങ്ങനെയല്ല ഈ ക്രിസാഗ് അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. ക്രിസാഗ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ലോക്കലി കാണുന്ന ആൾക്കാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജസ്റ്റ് വിസ എടുത്തു കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടിയല്ലേ. ക്രിസാഗ് പഠിപ്പിക്കാനായിട്ട്. പക്ഷെ ക്രിസാഗ് ചെയ്യുന്നതെന്ന് പറയുന്നത് ക്രിസാഗിന് കുറെ യൂണിവേഴ്സിറ്റികളുമായിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പം ഒരാൾക്ക് വിദേശത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പോകാൻ താല്പര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പല യൂണിവേഴ്സിറ്റികളും പല സമയത്തായിരിക്കും ആപ്ലിക്കേഷൻസ് ക്ഷണിച്ചിട്ടുണ്ടായിരിക്കുന്നത്. അതേ കണക്കിന് ഇതിന്റെ എല്ലാം എന്താ പറയാ ക്രൈറ്റീരിയകൾ ഓരോരുത്തർക്കും എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയകൾ എന്നുള്ളതെല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഒരാൾക്ക് സ്വന്തമായിട്ട് ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പൊ ക്രിസാഗ് എന്ത് ചെയ്യുന്നതായിരിക്കും, ക്രിസാഗിലോട്ട് വരുന്ന ഒരു സ്റ്റുഡന്റിനെ ക്രിസാഗ് അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയകളൊക്കെ നോക്കിയിട്ട് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഇയാൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ, അതൊരു അക്കാഡമിക് ഇയറിൽ എവിടെയൊക്കെയാണ് അതിൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഓപ്പൺ ആവുന്നത് അവിടെയൊക്കെ അപ്ലൈ ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള ഒരു സാധനമാണ് ക്രിസാഗ് ഈ ഒരു സ്റ്റുഡന്റിന്റെ ഫേസിൽ നിന്ന് ചെയ്യുന്നത്, സ്റ്റുഡന്റിന്റെ സൈഡിൽ നിന്നിട്ട്. അതേ സമയത്ത് ഈ എന്താ പറയുക യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്രൈറ്റീരിയകളുണ്ട്. ആ ക്രൈറ്റീരിയകൾ അനുസരിച്ചിട്ട് ആരൊക്കെയാണോ ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ അവരെ മാത്രം സോർട്ട് ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടിയിട്ട് ക്രിസാഗ് ചെയ്തു കൊടുക്കുന്നത്. ആ ഒരു പ്രോസസ്സ് ഈ ലോക്കൽ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം ഇവരെല്ലാവരും ക്രിസാഗ് ഇതുപോലെയുള്ള വലിയ വലിയ കമ്പനികളുമായിട്ടല്ല ടൈപ്പ് ഉള്ളത്. അപ്പൊ അവർക്ക് ഇപ്പൊ ഒരു വലിയൊരു യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിക്ക് സപ്പോസ് വിചാരിക്കുക ഹോവാർഡ് യൂണിവേഴ്സിറ്റിക്ക് ഇത് പുറത്തുനിന്നുള്ള ഫോറിൻ സ്റ്റുഡൻസ് ഇത്ര വേണം, അതിൻ്റെ അകത്ത് ഏഷ്യൻ സ്റ്റുഡൻസ് ഇത്ര വേണം, ഈ ഏഷ്യൻ സ്റ്റുഡൻസിന്റെ അകത്ത് ഇന്ന കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലോട്ട് ഇത്ര വേണം, ഇന്ന ഡിപ്പാർട്ട്മെന്റിലോട്ട് ഇത്ര വേണം, അങ്ങനെയൊക്കെ അവർക്ക് പല കോട്ടകളും ഉണ്ടായിരിക്കും. അപ്പൊ ഈ കോട്ടകൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്കല്ലേ പറ്റത്തുള്ളൂ. ചെറിയൊരു ലോക്കൽ പ്ലെയറിലോട്ട് ഇതൊരിക്കലും ഡിമാൻഡ് ആയിട്ട് എത്തത്തില്ലല്ലോ. അതേപോലെ NIIT ലേണിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, NIIT ലേണിംഗ് സിസ്റ്റം, അത് എങ്ങനെ കാണുന്നത്? അതിന്റെ ചാർട്ട് നോക്കാമോ? NIIT ലേണിംഗ് സിസ്റ്റം ROE ROC നന്നായിട്ട് കാണുന്നുണ്ട്. ചാർട്ട് കണ്ടിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ഓൾമോസ്റ്റ് ബോട്ടത്തിലൊക്കെയാണ് നിൽക്കുന്നത്. ഗ്രോത്ത് ഇല്ല അല്ലേ? നെറ്റ് പ്രോഫിറ്റിന്റെ ഗ്രോത്ത് 2022 എവിടെയാണോ ഇപ്പോഴും അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഗ്രോത്ത് ഇല്ല നല്ല രീതിയിൽ ക്യാപെക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ക്യാപെക്സിന് ഇതെപ്പോഴാണ് ഈ ക്യാപെക്സിനനുസരിച്ചിട്ടുള്ള ഗ്രോത്ത് വരുന്നത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചാർട്ട് കണ്ടിട്ട് ഒരു ബോട്ടമായി എന്നുള്ളതും അക്യുമുലേഷൻ നടന്നിട്ടുള്ളതും ഒക്കെ വിസിബിൾ ആണ്. ഇവരുടെ ഗ്രോത്ത് ഗൈഡൻസ് കൂടെ നോക്കിയിട്ട് ഗ്രോത്ത് ഉടനെ നടക്കുമെങ്കിൽ ഇത് പെർഫോം ചെയ്യുന്നതായിരിക്കും കേട്ടോ. JB ലാമിനേഷൻ ഒന്ന് നോക്കാമോ? റിസൾട്ട് വന്നിട്ട് കുറെ താണു പോയി. ഈ SME സ്റ്റോക്കുകളെല്ലാം മാർക്കറ്റ് സൈക്കിളിന്റെ എൻഡിലോട്ടായിരിക്കും ഹ്യൂജ് പെർഫോമൻസിലോട്ട് വരുന്നത്. തുടക്കത്തിൽ ഇതെല്ലാം ഒരുമാതിരി ഇങ്ങനെ പമ്മി നിൽക്കുന്നതായിരിക്കും, അത്യാവശ്യം താഴോട്ടൊക്കെ ഇടിയൊക്കെ ചെയ്യുന്നതായിരിക്കും, നല്ല കമ്പനികളൊക്കെ ആയിരിക്കും. പക്ഷെ ആരും മൈൻഡ് ചെയ്യത്തില്ല. കാരണം ഇവിടെ എല്ലാവർക്കും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മാർക്കറ്റ് സൈക്കിളിൽ കയറിയ സ്റ്റോക്കുകൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ 50%, 100%, 500%, 1000% റിട്ടേൺസ് എന്ന സ്റ്റോക്കുകൾ മാത്രമേ എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരിക്കത്തുള്ളൂ. ബിഗീസ് ഇതേ സമയത്ത് ഈ താഴെ നിൽക്കുന്ന സ്റ്റോക്കുകളെ അക്യുമുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് ഇടിച്ച് താഴെ കൊണ്ടുവന്ന് റീറ്റെയിലേഴ്സിന്റെ സെന്റിമെന്റ്സ് ഇതിന്റെ അകത്ത് നെഗറ്റീവ് ആക്കി അവർ അക്യുമുലേറ്റ് ചെയ്യുന്നതുമായിരിക്കും. ബിസിനസ് ഒക്കെ JB ലാമിനേഷൻസിന്റെ അടിപൊളി ബിസിനസ് ആണ്. പക്ഷെ മാർക്കറ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി ബുൾ മാർക്കറ്റ് ഒന്ന് വരണം. ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതിന്റെ പ്രോക്സി ആയിട്ട് എയറോഫ്ലെക്സ് ഇൻഡസ്ട്രി
എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? അതില് അവരുടെ ബിസിനസ്സിൽ ഗ്യാസിന് വേണ്ട ഹോസ്, പിന്നെ അങ്ങനെ കുറെ ട്യൂബ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലേ. അപ്പൊ വീടുകളിൽ ഗ്യാസ് എത്തിക്കുന്ന ഒരു കുഴലിലൂടെ എത്തിക്കുന്ന അങ്ങനെയുള്ള കുറെ ബിസിനസ് പോസിബിലിറ്റീസ് ഉണ്ടോ? എയറോഫ്ലെക്സ് പോസിബിലിറ്റി അത് ഉണ്ട്, പക്ഷെ എയറോഫ്ലെക്സ് ഇടയ്ക്ക് വെച്ചിട്ടൊരു ആ, നല്ലൊരു അതെ അതെ ഗൈഡൻസ് മിസ് വന്നപ്പോഴത്തേക്ക് ഒന്ന് ഇടിഞ്ഞതല്ലേ. അതെ അതെ. ഉം. അതിലൊക്കെ ഒന്ന് കേറി, പിന്നെ അത് സ്റ്റാഗ്നന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കണം ഒരു വർഷം ഉം. ഇപ്പോ. അവരുടെ ഇപ്പൊ ഉള്ള ഗൈഡൻസ് എത്രയാണെന്ന് എനിക്കറിയത്തില്ല. പുതിയ റീറേറ്റഡ് ഗൈഡൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അത് നോക്കണം. അത് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ അത് പെർഫോം ചെയ്യും കേട്ടോ. കാരണം ഈ സെക്ടറിന്റെ അകത്തുനിന്നുള്ള എല്ലാ കമ്പനികളും കയറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അജുഭായ്, ഞാൻ ലേറ്റ് ആയി കയറാന്. എൻട്രോ ആയിരുന്നു ചോദ്യം. അതായത് ഇനി എൻട്രോയിൽ ഒരു ലോങ് ബേസ് ഫോം ചെയ്യാനാണ് അതൊരു ട്രെൻഡ് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ പെട്ടെന്ന്? ട്രെൻഡ് റിവേഴ്സല് അതിനാണ് കൂടുതൽ പ്രോബബിലിറ്റി. കാരണം ഇതിനി അധിക നാൾ ഇനി കൺസോൾട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ. പക്ഷെ അത് ഭയങ്കരമായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇവിടെ നടക്കുമെന്നൊന്നും തോന്നുന്നില്ല. കുറച്ചൊന്ന് സമയമെടുത്ത് പതുക്കെ പതുക്കെ ചെറിയ ക്യാൻഡിൽസ് ഒക്കെ വെച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് തോന്നുന്നു. നോക്കാം, വെയിറ്റ് ചെയ്യാം. ഇനി സൈഡ് വേസ് പോകേണ്ടതിനുള്ള ചാൻസസ് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പ്രത്യേകിച്ച് അപ്പൊ ഒരു റൗണ്ടിങ് ബോട്ടം പോലെ അങ്ങനെയൊക്കെ വന്ന് അങ്ങനെ ബ്രേക്ക്ഔട്ട് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെ. ഈ പാറ്റേണിന്റെ കാര്യം കോമഡിയാണ്. കാരണം ഈ എൻട്രോ താഴോട്ട് വന്നപ്പോഴത്തേക്കും കപ്പ് ആൻഡ് ഹാൻഡിൽ ഒരു എന്താ പറയാ ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ പോലെ ഫീൽ ചെയ്തു എന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് താഴത്തെ ലെവലിൽ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്കും അതിൻ്റെ അകത്തൊരു എന്താ പറയാ ഒരു ഫ്ലാഗ് പാറ്റേൺ ഫോം ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അകത്ത് കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേണും ബ്രേക്ക് ഡൗൺ ആയിരുന്നു, ഫ്ലാഗിന്റെയും ബ്രേക്ക് ഡൗൺ ആയിരുന്നു ഇനിഷ്യലി കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഇന്നത്തെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് ഈ രണ്ട് പാറ്റേണിലും ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറഞ്ഞതിനെക്കാട്ടിയും മേലെ ഇന്ന് കയറിയിട്ടുണ്ടായിരുന്നു. പാറ്റേണുകൾ അങ്ങനെ നോക്കേണ്ടതില്ല, അക്യുമുലേഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയാൽ മതി. ഈ ക്ലാസിക് പാറ്റേണുകളൊക്കെ ഈ സാധാരണക്കാർക്ക് അറിഞ്ഞ് മനസ്സിലായി വരുന്നതിനനുസരിച്ചിട്ട് ഇവര് ഫെയിലാക്കി വിട്ടോണ്ടിരിക്കും. ഓക്കെ. എനിവേ ഏകദേശം 1 hour അടുപ്പിച്ചായല്ലോ. ഞാനിത് വൈൻഡ് അപ്പ് ചെയ്താലോ എന്ന് ആലോചിക്കാം. വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം കൂടി, ഇന്ത്യ സെന്റർ എത്രയായിരിക്കണം ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യേണ്ടത്? ഇപ്പൊ ഞാനതില് ഹോൾഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് ആവറേജ് റേറ്റ് കൂടുതലാണ്, വിൽക്കാനും പറ്റില്ല. വേറെ ഷെയറിൽ ഇടണമെന്നുണ്ട്, പക്ഷെ ഹൗസിംഗ് ഫൈനാൻസ് ഭയങ്കര ഒരു എല്ലാ സെന്റിമെന്റ്സും അതിനെ അഫക്ട് ചെയ്യുന്ന ഒരു സെക്ടറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. അത് മാത്രമല്ല ഗ്രോത്ത് ഉണ്ടാവും, പക്ഷെ എന്നാലും ഒരു മറ്റു ഷെയർ പോലെ ഇപ്പൊ ബിർലാനോ അല്ലെങ്കിൽ എൻട്രോ പോലെ ഒരു യൂണിക് ബിസിനസ് പോലെ ഫീൽ ചെയ്യുന്നില്ല. മീൻസ് എന്താ പറയാ, ഹൗസിംഗ് ഫൈനാൻസ് അല്ലേ, അതുകൊണ്ട്. ഇവരിപ്പൊ പറഞ്ഞേക്കുന്നത് 30-35 30 മുതൽ 35% AUM ഗ്രോത്ത് ആണ് പറഞ്ഞേക്കുന്നത്. 30 മുതൽ 35% AUM ഗ്രോത്ത് ആണ് വരാൻ വേണ്ടി പോകുന്നതെങ്കിൽ ഈ ബുൾ മാർക്കറ്റിന്റെ എൻഡിൽ 6 times പ്രൈസ് ടു ബുക്ക് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്താൽ മതി. 6 times ഇപ്പൊ 6 into ഇപ്പോഴത്തെ പ്രൈസ് ടു ബുക്ക് ആണോ പറയുന്നത്? അന്നത്തെ ബുക്ക് വാല്യൂ എത്രയാണോ അതിന്റെ 6 times. ആൻഡ് ആ ബുക്ക് വാല്യൂ ഇന്നത്തെ ഡേറ്റിൽ നിന്ന് 30 മുതൽ 35% ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. അജിബ്രോ, ബിർലാന്റെ കേസിൽ ലാസ്റ്റ് കോൺ കോൾ അജിബ്രോ ചോദിച്ചത് സെയിൽസ് ടാർഗറ്റ് മറ്റേ 1 billion സെയിൽസ് ടാർഗറ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 2 to 3 hours ഡബിൾ ആവുന്നല്ലേ സെയിൽസ്? അതെ. അപ്പൊ അതിനകത്ത് തന്നെ കോൺകോൾ അവർ പറയുന്നുണ്ട് ഒരു 500 to 750 crore അവർക്ക് ഇനി അഡീഷണൽ ക്യാപെക്സ് ചിലപ്പോൾ ആവശ്യം വന്നേക്കൊന്നും പറയുന്നുണ്ട്. അതിന്റെ കൂടെ അവര് പുതിയ അക്വിസിഷൻസും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ക്യാഷ് അക്രൂവൽ ഇല്ലല്ലോ, 0 ആണല്ലോ. അപ്പൊ പിന്നെ അവരൊരു ഇക്വിറ്റി റേസ് ചെയ്യേണ്ടി വരില്ലേ? അപ്പൊ അത് നമ്മുടെ ഈ പ്രൈസ് കടമെടുക്കും. കാരണം ഈ സൈക്ലിക്കൽ കമ്പനികളിലെല്ലാം നമ്മൾ യൂഷ്വലി കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സൈക്കിളിന്റെ നല്ല സമയം വരുമ്പോഴത്തേക്കും ക്യാപെക്സുകൾ ബിൽഡ് ചെയ്യും, കടമെടുക്കും, കടമെടുത്ത പൈസ ക്യാപെക്സുകൾ ബിൽഡ് ചെയ്യും. എന്നിട്ട് മോശം സമയത്തിലോട്ട് വരുമ്പോഴത്തേക്കും ഈ കടം അടയ്ക്കാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലാതെ ബിസിനസ് പതുക്കെ ലോസിലോട്ട് പോകും. അപ്പൊ അടുത്ത സൈക്കിളിലും ഭയങ്കരമായിട്ട് ഇടിഞ്ഞ് താഴെ പോകും. ഇപ്പൊ ഷെയർ പ്രൈസ് ബെർലാനോന്റെ അത് കണ്ടില്ലേ, അതിന്റെ ടോപ്പിൽ നിന്നിട്ട് 10-75% ഇടിഞ്ഞിട്ടല്ലേ നിൽക്കുന്നത്. അടുത്ത പ്രാവശ്യം ഇതിന്റെ പ്രീവിയസ് സൈഡ് ഒരു എന്താ പറയാ ഡബിളൊക്കെ പോയാൽ തന്നെ താഴത്തെ ഈ ബോട്ടത്തിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും 8x 10x ഒക്കെ റിട്ടേൺസ് വരും. പിന്നെ അടുത്ത എഗൈൻ നെക്സ്റ്റ് സൈക്കിളിലും ഇതേ കണക്കിന് 10-70% ഇടി. ഇതൊക്കെ ഇന്നത്തെ യൂഷ്വൽ ആയിട്ട് സംഭവിക്കും. കട എടുക്കുവാണെങ്കിൽ ഇക്വിറ്റി റേസ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ പ്രൈസ് ടാർഗറ്റിനെ അഫക്ട് ചെയ്യുമോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഇല്ല. കാരണം ഈ കമ്പനികൾ നമ്മൾ ബാക്കിയുള്ള കമ്പനികളിൽ കാണുന്നത് പോലെ
ഒരു 5 ടൈംസ് പ്രൈസ് ടു സെയിൽസിലും 6 ടൈംസ് പ്രൈസ് ടു സെയിൽസിലൊന്നും പോകുന്നില്ല. ഇതെല്ലാം ഒരു ഇപ്പൊ ബോട്ടത്തിലോട്ട് വരുമ്പോൾ 0.4 ടൈംസ് പ്രൈസ് ടു സെയിൽസ് എന്നിട്ട് ഹൈയിലോട്ട് പോകുമ്പോഴത്തേക്കും 1.4 ടൈംസ് 1.5 ടൈംസ് പ്രൈസ് ടു സെയിൽസിലോട്ടൊക്കെ മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതെല്ലാം ഇതിന്റെ വാല്യുവേഷൻസിൽ ഓൾറെഡി ഫാക്ടർഡ് ഇൻ ആണ്, ഇത് ഇങ്ങനെയാണ് എന്നുള്ള രീതി. എനിക്കും ഫീൽ ചെയ്തൊരു കാര്യം വെച്ചാൽ ബിർലാന്റെ റിസൾട്ട് വന്നിട്ട് അതൊരു ആകെ 2% ഇടിഞ്ഞിട്ടുള്ളൂ. അത് നോർമലാണ്. മാർക്കറ്റില് പല ഷെയറുകളും 3-4 പക്ഷെ ആ 2% എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് ശരിയാണ്. റാഷണലൈസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം ഈ 2% ഇടിയുന്നത് ഒറ്റ ദിവസം റിസൾട്ട് വന്നതിന്റെ അന്ന് 2% ഇടിഞ്ഞ് തീരുകയാണെങ്കിൽ പ്രശ്നമില്ല. ഇത് ഓരോ ദിവസവും 0.5% വെച്ചിട്ട് 4 ദിവസമായിട്ടാണ് ഇടിയണമെങ്കിൽ അയാൾ ആ സ്റ്റോക്ക് വെച്ചു. സെന്റിമെന്റ്സ് അഫക്ട് ചെയ്യുന്ന രീതി വ്യത്യാസം. പിന്നെ വേറൊരു കാര്യം ഇപ്പൊ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് എൻട്രോ അതിന്റെ ടോപ്പിൽ നിന്നിട്ട് 30% ഇടിഞ്ഞേക്കുന്നത്. 10% വെച്ചിട്ട് 3 ദിവസം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ദിവസം 20%, അടുത്ത ദിവസം 10% വെച്ച് 2 ദിവസമായിട്ടാണ് ഇടി നടക്കുന്നതെങ്കിൽ ഒരുത്തനും വിൽക്കത്തില്ല. പക്ഷെ ഇത് ഒരു വർഷം എടുത്തിട്ട് ഇങ്ങനെ 1%, 0.5% ഒക്കെ വെച്ചിട്ട് പതുക്കെ പതുക്കെ ഓരോ ആഴ്ചക്കണക്കിന് ഇടിഞ്ഞിടിഞ്ഞ് വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി വിൽക്കും. ശരി. അല്ല, ബിർലാനോന്റെ കേസില് ഇനി ഇടിയാനായിട്ടൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്രോ പറഞ്ഞ പോലെ അതിന്റെ ഒരു ഇതും കഴിഞ്ഞ് ഇപ്പൊ പറഞ്ഞ പോലെ ഈ ഇതില്ലേ മറ്റേ പ്രൈസ് ടു ബുക്ക് എല്ലാം പഴയ റേറ്റിലോട്ട് എത്തി, ഏറ്റവും ലോയില്. അതെ, ഇനി ഇടിയുവാണെങ്കിൽ ചിലപ്പോ ഒരു ചെറിയൊരു ഡിപ്പൊക്കെ കൊടുത്തിട്ട് ചിലപ്പോ കയറി പോയിരിക്കുന്നു. ഞാനും വെറുതെ വിശ്വസിക്കുന്നു. എനിക്ക് അതിന്റെ ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നിയത്. പിന്നെ ഡിഫറൻസ് എക്സ്ട്രാ ആയതുകൊണ്ട് ബ്രോയിന്റെ ടാർഗറ്റ് 10,000 മുകളിലല്ല എന്തായാലും. അതെ. ഞാനൊരു കാൽക്കുലേഷൻ വെച്ചിട്ട് എപ്പോഴും കാണുന്ന പ്രീവിയസ് ഐയുടെ ഒരു ഡബിൾ പോകും. പ്രീവിയസ് ഐ എന്ന് പറയുന്നത് 6,000 അല്ലേ ഇതിന്റെ അകത്ത്. ഒരു 12,000 പോകണം. അത് മാർക്കറ്റ് ഉണ്ടാവുമ്പോഴാണോ ഈ ഒരു മാർക്കറ്റ് സൈക്കിളിന്റെ എൻഡിലോട്ട്? അതെ, 2 ഇയേഴ്സ് എന്തായാലും എടുക്കുമല്ലേ? അതെ. ഓക്കെ. അപ്പോ അങ്ങനെയാണ് ഞാനിത് എൻഡ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കോളൂ. ലാസ്റ്റ് ആയിട്ട് നഹാറിന്റെ വ്യൂ. നഹർ ട്രംപ് വിചാരിക്കാതെ ഇനി ഒന്നും നടക്കത്തില്ല. ട്രംപ് ട്രേഡ് ഡീൽ സൈൻ ചെയ്യുകയാണെങ്കിൽ കയറും, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, എനിവേ ഞാൻ റെക്കോർഡിങ് എൻഡ് ചെയ്യാണ് കേട്ടോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.